നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യവും പരിശുദ്ധമേറിയ നാമം ഈ മനോഹരമായ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുനരാഗമനം കൊതിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള എൻ്റെ സന്ധ്യാവന്ദനങ്ങളെ എൻ്റെ മുമ്പിലിരിക്കുന്ന ബഹുമാന്യ ദൈവജനത്തിനും ഈ വേദിയിലിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർക്കും ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ട് ദേശത്തിൻ്റെ നാനാദിക്കുകളിലായിരിക്കുന്ന എല്ലാ മാന്യരായ ദേശനിവാസികൾക്കും സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങൾ ഹൃദയപൂർവ്വം അർപ്പിക്കട്ടെ. അധ്യക്ഷാലങ്കൃതമായ അനുഗ്രഹിക്കപ്പെട്ട ഈ വേദിയിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി ഒരിക്കൽ കൂടെ എഴുന്നേറ്റ് നിൽക്കുവാൻ ഈ എളിയവനെ സ്വർഗത്തിലെ ദൈവം തന്നതാകുന്ന ഈ അവസരത്തെ എൻ്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാവശ്യത്തെ കൺവെൻഷൻ യോഗങ്ങളുടെ രണ്ടാമത്തെ രാത്രിയിലാണല്ലോ നാം ഒരുമിച്ച് ആയിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം പ്രാർത്ഥിച്ചാരംഭിച്ചതാകുന്ന ഈ സുവിശേഷ യോഗങ്ങൾ ദൈവം അനുവദിച്ചാൽ ഞായറാഴ്ച രാത്രി വരെ ഇവിടെ നീളും. ഈ സ്ഥലത്ത് തന്നെയുള്ള യഹോവയിലെ ദൈവസഭ എന്ന അനുഗ്രഹിക്കപ്പെട്ട സഭയാണ് ഈ കൺവെൻഷൻ യോഗത്തിന് ഇവിടെ നേതൃത്വം നൽകുന്നത്. യഹോവയിലെ ഗോസ്പൽ ടീം എന്ന അനുഗ്രഹിക്കപ്പെട്ട സംഘടന ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. ഈ യോഗങ്ങൾക്ക് വേണ്ടി വളരെ പ്രാർത്ഥിക്കുകയും പ്രതീക്ഷിക്കുകയും വളരെ ആവലോടെ ഈ വചനം കേൾക്കേണ്ടതിന് വേണ്ടി ഇന്ന് വൈകുന്നേരം കടന്നു വന്നിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്തീയ അഭിവാദ്യങ്ങളെ അർപ്പിക്കട്ടെ. വളരെ സംഭവവികലമാകുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ ഇന്നത്തെ പോക്ക് എങ്ങോട്ടാണ് എന്നത് വിശുദ്ധ വേദപുസ്തകം ഒരു കയ്യിലും ഇന്നത്തെ മാധ്യമ പത്രങ്ങൾ ഒരു കയ്യിലും പിടിച്ചുകൊണ്ട് വായിച്ചു നോക്കുന്ന ഒരു വ്യക്തിക്ക് ഉറപ്പായി മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു സത്യമുണ്ട്. ഇതൊന്നും ഔചാരിതമായി സംഭവിക്കുന്നതല്ല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുൻ നിർണയമാണ്. ഈ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കാണുമ്പോൾ ലോകത്തിന് പരിഭ്രമവും വിറയലും ഭയവും ഉളവാകുന്നു. എന്നാൽ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് പ്രത്യാശ വർദ്ധിക്കുന്ന ദിവസങ്ങളായി മാറണം. ഇന്ന് രാത്രി നടക്കുന്ന ഈ സുവിശേഷ ഘോഷണം പ്രത്യേകാൽ ഇന്നും നാളെയും മറ്റന്നാളുമായി നടക്കുന്ന ഈ സുവിശേഷ പ്രഘോഷണങ്ങൾ അങ്ങനെ ദൈവജനത്തിൻ്റെ പ്രത്യാശ വർദ്ധിക്കുന്ന ഈ ദേശത്തിലെ അനേക പ്രിയപ്പെട്ടവർക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു രാത്രിയാകട്ടെ, ചില ദിനരാത്രങ്ങളാകട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശംസിക്കുന്നു, ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ളതാകുന്ന സമയം ഒട്ടും കളയാതെ ദൈവവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വിശുദ്ധ വേദപുസ്തകം തുറന്ന് മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം നമുക്ക് കുറിവാക്യമായിട്ടൊന്ന് വായിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് മതി. യേശു അവരോട് നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് യേശു അവരോട് ചോദിച്ചു. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ച് ഈ പന്തലിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ അധരങ്ങൾ തുറന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ശബ്ദം ഉയരുവാനായിട്ട് ആരംഭിക്കട്ടെ. ഹൃദയപൂർവമായി ഇന്ന് രാത്രി ദൈവം എന്നോട് ഇടപെടണമേ കർത്താവേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന രാത്രിയായി മാറട്ടെ ഈ രാത്രി. എല്ലാ അധരങ്ങളും ചലിക്കട്ടെ, എല്ലാ അധരങ്ങളും ചലിക്കട്ടെ. എൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവജനവും എൻ്റെ പിൻപിലായിരിക്കുന്ന ദൈവദാസന്മാരും ഒരുപോലെ ആ വലതുകരമൊന്ന് ഉയർത്തി ദൈവസന്നിധിയിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. വളരെ ആത്മാർത്ഥതയോടുകൂടെ ദൈവസന്നിധിയിൽ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളോട് അങ്ങ് ഇടപെടുമാറാകണമേ. ഈ രാത്രിയിൽ ദൈവം ഞങ്ങളോട് സംസാരിക്കണമേ. ഈ ദേശത്തോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുമാറാകണമേ എന്ന് ആത്മാവിൽ എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് ഈ ഗ്രൗണ്ടിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ മാത്രമല്ല,
ഈ ദേശത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഈ ശബ്ദപരിധിക്കുള്ളിലായിരിക്കുന്ന സകല മാനവ ഹൃദയങ്ങളുടെ അകത്തളങ്ങളിലേക്കും ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഓരോ വചസ്സുകളും ഇറങ്ങിച്ചെന്ന് വലിയ രൂപാന്തരത്തിന് ദൈവം ഇടവരുത്തേണ്ടതിന് സ്വർഗത്തിലെ ദൈവമേ അങ്ങയുടെ അചഞ്ചലമായ ദിവ്യ സാന്നിധ്യത്തിൻ്റെ ശക്തി ഇന്ന് രാത്രിയിൽ അവൻ ഈ ഗ്രൗണ്ടിൽ നിന്ന് ചലിച്ചു തുടങ്ങണമെന്ന് എല്ലാവരും അധരം തുറന്ന് സ്തോത്രം ചെയ്താട്ടെ. ഓ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഈ ദേശത്തിലെ സഭയ്ക്കും ദൈവദാസനും ആമേൻ കുറേ പണം മിച്ചം വന്നതുകൊണ്ട് നടത്തുന്ന ഒരു യോഗമല്ല ഇത്. ഈ ദേശം യേശുവിനെ അറിയണമെന്നും ഒരിക്കൽ കൂടെ കർത്താവായ യേശുവിനെ ഹൃദയത്തിൽ വിശ്വസിക്കണമെന്നും ഏറ്റു പറയണമെന്നും ജീവിതങ്ങൾ രൂപാന്തരപ്പെടണമെന്നും ആഗ്രഹത്തോടുകൂടെ ആമേൻ താല്പര്യത്തോടുകൂടെ വളരെ ആത്മഭാരത്തോടുകൂടെ നടത്തുന്ന ഒരു യോഗമായതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഗ്രൗണ്ടിൽ ആമേൻ ഒരു മേഘം പോലെ നിഴലിട്ടിറങ്ങുന്നത് ഞാൻ കാണുകയാണ്. അതനുഭവിക്കുന്ന ദൈവജനം അധരം തുറന്ന അന്യഭാഷകൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഓ ദൈവജനം എല്ലാവരും അല്പനേരം ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ആത്മനിറവിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ദൈവശക്തിയുടെ വലിപ്പം, അളവറ്റ വലിപ്പം ഈ ദേശത്തിൽ ഇന്ന് രാത്രി വെളിപ്പെടുവാൻ ആമേൻ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ദൈവവചനത്തിൻ്റെ ശക്തിയാൽ ജീവിതങ്ങൾ പിടിക്കപ്പെടുവാൻ, തകർന്ന ചില ജീവിതങ്ങൾ മാനസാന്തരത്തിലേക്ക് വരുവാൻ, നിരാശയിലായിരിക്കുന്നവർ രക്ഷയിലേക്ക് വരുവാൻ, ആത്മഹത്യയുടെ വക്കിലിരിക്കുന്നവർ ഇന്ന് രാത്രി മനം തിരിയുവാൻ, യേശു ചിലരെ തൊടേണ്ടതിന് ഇന്ന് രാത്രി ദൈവം അത്ഭുതം ചെയ്യേണ്ടതിന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണയിൽ സമ്പന്നനായി ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, അങ്ങയുടെ മഹത്വമേറിയ ശക്തിയുള്ള വചനം ഞങ്ങളിവിടെ വായിച്ചിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വിശുദ്ധയാണിപ്പാടേറ്റ കരങ്ങളിലെടുത്ത് വാഴ്ത്തി നുറുക്കി നിൻ്റെ മക്കൾക്കത് ദാനം ചെയ്യണമേ. ഈ വചനം സംസാരിക്കുവാൻ അങ്ങയുടെ ഭൃത്യനെ ബലപ്പെടുത്തണമേ. എളിയവരും അപാത്രരും ഒന്നുമില്ലാത്തവരുമായി ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ ഒരുമിച്ച് കടന്നു വരുന്നു. ദൈവം ഞങ്ങളോട് ഇടപെടും. സകലതും യേശു നിയന്ത്രിക്കും. യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവ തിരുനാമത്തിന് ഒരിക്കൽ കൂടെ മഹത്വം ഉണ്ടാകുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതും പ്രശസ്തവുമായ ഒരു തിരുവചനമാണ് നമ്മൾ വായിച്ച് കേൾപ്പാനായിട്ട് ഇടയായിത്തീർന്ന വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം 15-ാമത്തെ വാക്യം. വളരെ പ്രശസ്തമായ പ്രാവചനിക പ്രസക്തിയുള്ള ഫിലിപ്പോസിൻ്റെ കൈസര്യ എന്ന പട്ടണത്തിൽ യേശു കർത്താവ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ വത്സല ശിഷ്യന്മാർ തൻ്റെ ചുറ്റും കൂടെ നടക്കുമ്പോൾ യേശു അവരോടായി തിരിഞ്ഞ് ഒരു ചോദ്യം ചോദിക്കാനായിട്ടിടയായി തീർന്നതാണ് കുറിവാക്യമായി നാം വായിച്ചു കേട്ടതാകുന്ന അനുഗ്രഹിക്കപ്പെട്ട വചനം. യേശു അവരോട് നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ഈ അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ചോദ്യത്തിന് ഈ ഉലകത്തിലെ ധാരാളം പണ്ഡിതന്മാരും ശക്തന്മാരായ മനുഷ്യരും മറുപടി പറയുവാനായിട്ട് ഒരു ശ്രമം നടത്തി. വളരെ ശക്തന്മാരാകുന്ന എഴുത്തുകാർ, ശാസ്ത്രജ്ഞന്മാർ, തത്വചിന്തകന്മാർ, പണ്ഡിതന്മാർ, വിവേകമുള്ളവർ, കലാകാരന്മാർ, ഇവരൊക്കെ ഈ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഈ ചോദ്യത്തിന് മറുപടിയായി പലതും പറഞ്ഞിട്ടുള്ളത് നമുക്ക് വായിച്ച് കേൾക്കാനായിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ചിലത് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവായ ആ മഹാവ്യക്തി പറഞ്ഞതാകുന്നൊരു സെൻറ്റൻസ് ഇങ്ങനെയാണ്: ഞാൻ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് യേശുക്രിസ്തു ജീവിച്ചിരുന്നതെങ്കിൽ എൻ്റെ ചങ്കിലെ ചോര കൊണ്ട് ഞാൻ ആ പുണ്യപാദങ്ങളെ കഴുകുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുവാനായിട്ടിടയായി തീർന്നത്. മറ്റു പലരും പറയാനിടയായി യേശുക്രിസ്തുവിനെ പോലെ നല്ല ഒരു അധ്യാപകനെ, നല്ല ഒരു ഗുരുവിനെ ഈ ഉലകത്തിൽ വേറെ കാണുവാനായിട്ട് കഴിയുകയില്ല, വേറെ ഒരു നല്ല നേതാവിനെ കാണുവാനായിട്ട് കഴിയുകയില്ല എന്നൊക്കെ പലരും പറയുവാനായിട്ടിടയായി. എന്നാൽ ഞാൻ ഇന്ന് രാത്രി എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് ലഭിച്ചിരിക്കുന്നതാകുന്ന സമയത്തിൻ്റെ ഉള്ളിൽ കേൾവിക്കാരായിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ
പരിശുദ്ധാത്മ നിയോഗത്താൽ ഒന്ന് സമർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ ഈ ചോദ്യത്തിനൊരു മറുപടി കണ്ടെത്തുവാനായിട്ടാണ്. തീർച്ചയായിട്ടും ആ മറുപടി ഇന്നിവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്കും ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ബോധ്യമാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്ന് രാത്രി അതിന് നമ്മെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ കരങ്ങളെ ഉയർത്തി ശക്തിയോടെന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുന്നതിൽ, മഹത്വപ്പെടുത്തുന്നതിൽ ഈ പരസ്യ സ്ഥലത്ത് നമ്മൾ ശങ്കിക്കേണ്ട ആവശ്യമില്ല. കാരണം 4 ചുവരുകൾക്കുള്ളിൽ അടക്കപ്പെട്ടിരിക്കുന്ന സഭാ ഹാളുകളിൽ മാത്രമല്ല യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്. ഇതുപോലെ പരസ്യ സ്ഥലങ്ങളിലും അഭിമാനത്തോടെ ഞങ്ങൾ ഉയർത്തുന്നൊരു നാമമുണ്ട്. അത് മറ്റൊന്നുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. ആ നാമം പോലെ ഉന്നതമായൊരു നാമം ഈ ഉലകത്തിൽ വേറെയില്ല. ആ നാമം പോലെ പുകഴ്ത്തുവാൻ പറ്റുന്നതാകുന്നൊരു നാമം ഈ ലോകത്തിൽ വേറെയൊന്നില്ല. ആ നാമത്തെ പോലെ ശക്തി തരുന്നൊരു വേറെ നാമം ഈ ഉലക ചരിത്രത്തിൽ വേറെ ഇല്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് നാവിലെടുത്ത് ഉയർത്തി പറയാൻ കഴിയുന്ന ഒരേ ഒരു നാമം ഈ ഉലകത്തിലുണ്ടെങ്കിൽ അത് വേറൊന്നുമല്ല, നസറനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമാണ് എന്ന് ചങ്കുറപ്പോടുകൂടി അഭിമാനത്തോടുകൂടെ ഈ രാത്രിയിൽ പ്രഖ്യാപിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ഈ തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ നിങ്ങളെ യേശു ക്രിസ്തുവിൽ ആഹ്വാനം ചെയ്യുന്നു. യേശു ക്രിസ്തു ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു. വിശുദ്ധ ബൈബിൾ നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ, ഏടുകൾ മറിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് ആദ്യമായി മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിതാണ്, കർത്താവായ യേശു ക്രിസ്തു ഒരു വീണ്ടെടുപ്പുകാരനാണ്. ഹീ ഈസ് എ റെഡീമർ എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്താണ് വീണ്ടെടുപ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നാം ഒരു കാര്യം മനസ്സിലാക്കണം. വീണ്ടെടുപ്പ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ സാധാരണ നമ്മുടെ ഭാഷയിൽ, സംസാര ഭാഷയിൽ വരാത്തതും എന്നാൽ ബൈബിളിൻ്റെ ഒരു ഭാഷയുമാണ്. പൊതുവേ ആ വാക്കിനെ മറുവില എന്നൊക്കെ നമ്മൾ പൊതുവേ പറയാറുണ്ട്. കോടതിയിലൊക്കെ നമ്മളത് കേൾക്കാറുണ്ട്. മറുവിലയായി പണമടച്ചെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ ചെയ്തോ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ബൈബിളിൻ്റെ ഭാഷ ആ വാക്കിന് കൊടുത്തിരിക്കുന്നത് വീണ്ടെടുപ്പ്, അതല്ലെങ്കിൽ റിഡംഷൻ എന്ന വാക്കാണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇന്ന് രാത്രി യേശു ക്രിസ്തു എന്തിൽ നിന്നെല്ലാം മനുഷ്യനെ വീണ്ടെടുത്തു, ഏതെല്ലാം കാര്യത്തിൽ മനുഷ്യൻ യേശു ക്രിസ്തുവിനാൽ വീണ്ടെടുപ്പ് സാധ്യമായി എന്ന് ഞാനൊന്ന് ദൈവനാമത്തിൽ ഇവിടെ വിവരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്ക് വായിക്കാം ഇയ്യോബിൻ്റെ പുസ്തകം, അതിൻ്റെ 19-ാം അധ്യായം 25-ാമത്തെ വാക്യം. ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 25-ാമത്തെ വാക്യം. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. വളരെ കാലങ്ങൾക്ക് മുമ്പേ മെസൊപ്പൊത്താമ്യക്കാരനായ ഒരു മനുഷ്യൻ തൻ്റെ ജീവിത അനുഭവം കൊണ്ട്, ഈ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അനുഭവം കൊണ്ട് പറയാനിടയായിത്തീർന്ന ഒരു സെന്റൻസാണ് നമ്മൾ വിശുദ്ധ വേദത്തിൽ നിന്ന് വായിച്ച് കേൾക്കാനിടയായിത്തീർന്നത്. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. അതിൻ്റെ അർത്ഥം മൈ റെഡീമർ ഈസ് അലൈവ്. യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെന്നും അവൻ ജീവിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അവൻ തന്നെ വീണ്ടെടുപ്പുകാരൻ എന്ന് പറയാൻ അഭിമാനമുള്ളവർ, സന്തോഷമുള്ളവർ വലത് കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഈ ലോകത്തിലെ അനേക രക്ഷകന്മാരും നവോത്ഥാന നേതാക്കന്മാരുമെല്ലാം അവരുടെ കർമ്മങ്ങൾ കൊണ്ട്, അവരുടെ ജീവിതം കൊണ്ട്, അവരുടേതാകുന്ന പേരുകൾക്ക് അവർ നേതാക്കന്മാരാണെന്നും നവോത്ഥാനം ചെയ്യാൻ വന്നവരാണെന്നും ഒക്കെ തെളിയിച്ചെങ്കിൽ, ജന്മം കൊണ്ട് തന്നെ രക്ഷകനെന്നും വീണ്ടെടുപ്പുകാരനെന്നും ജനിക്കുന്നതിന് മുമ്പേ പ്രവാചകന്മാരാൽ, പ്രവചനങ്ങളാൽ വിളിച്ചു പറയപ്പെട്ട ഒരു വ്യക്തിത്വമുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഉലകത്തിൽ മനുഷ്യനെ രക്ഷിക്കുവാൻ, വീണ്ടെടുക്കുവാൻ, മനുഷ്യനെ നവോത്ഥാനത്തിലേക്ക് നയിക്കുവാൻ, നിത്യജീവനിലേക്ക് നടത്തുവാൻ, രക്ഷ കൊടുക്കുവാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തിത്വമേ ഈ ഉലക ചരിത്രത്തിലുള്ളൂ. അത് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു തന്നെയാണ്.
അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ വീണ്ടെടുപ്പുകാരൻ എന്ന് നാം മനസ്സിലാക്കുവാനായിട്ടിടയായിത്തീരുന്നു. എന്നാൽ ഒന്നാമതായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, പാപത്തിൽ നിന്ന് യേശു ക്രിസ്തു മനുഷ്യനെ വീണ്ടെടുത്തു എന്നുള്ളതാണ്. പാപത്തിൽ നിന്ന് യേശു ക്രിസ്തു മനുഷ്യനെ വീണ്ടെടുക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഞാൻ ആ വാക്ക് പറഞ്ഞപ്പോൾ ചിലരെങ്കിലും ചിന്തിച്ച് കാണും, ഓ ഇത് എവരുടെയൊക്കെ പൊതുവെ ഒരു ഭാഷ്യമാണ്, പാപം പാപം പാപം. ആരാണ് ഈ ലോകത്തിൽ പാപത്തിൽ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ പലരും പറയും, നന്മയൊന്നും ചെയ്യാതെ തിന്മയുടെ വഴിയിൽ മാത്രം നടക്കുന്നവരാണ് പാപികളായിട്ടുള്ളവർ. ഞാൻ ആ കൂട്ടത്തിൽ പെടുന്നയാളല്ലേ അല്ല എന്ന് ചങ്കത്ത് കൈവച്ചുകൊണ്ട് ഒരു നിമിഷമെങ്കിലും പറയാത്ത ആൾക്കാർ ചുരുക്കം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. വളരെ ശ്രദ്ധിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് പാപം, പാപം എങ്ങനെ ഉലകത്തിൽ പ്രവേശിച്ചു, പാപം എങ്ങനെ മനുഷ്യനെ അടിമയാക്കി എന്ന് ഒരു നിമിഷം ഒന്ന് പറയാതെ പോകുന്നത് അവിടെ അഭംഗിയായതുകൊണ്ട് ഞാനതിലേക്ക് കടക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ ആദ്യമായി പാപം എന്ന വാക്ക് നാം കാണുന്നത് ഉൽപ്പത്തി പുസ്തകമായ വേദപുസ്തകത്തിലെ ഒന്നാമത്തെ പുസ്തകത്തിലാണ്. ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തിയിൽ മനുഷ്യൻ്റേതാകുന്ന ഉൽപ്പത്തിയുടെ ചരിത്രം, ഈ ഭൂമിയുടെ ഉൽപ്പത്തിയുടെ ചരിത്രം, മനുഷ്യരാശിയുടെ ഉൽപ്പത്തിയുടെ ചരിത്രം വളരെ നന്നായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാനായിട്ട് കഴിയും. അങ്ങനെ ആദിമ മനുഷ്യനാകുന്ന ആദാം ഹൗവ ദമ്പതികളിലാണ് ആദ്യമായി ഉലകത്തിൽ പാപമെന്ന വാക്ക് പ്രവേശിച്ചതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പാപം എന്ന് കേൾക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതെല്ലാം വലിയ പ്രശ്നമുള്ള കാര്യമാണ്, ഞാൻ അങ്ങനെ പാപമൊന്നും ചെയ്യുന്ന ആളല്ലല്ലോ എന്ന് ചിലപ്പോൾ ചിലർ ചിന്തിക്കാറുണ്ട്. എന്നാൽ അവരോട് വളരെ ലളിതമായി ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, പലരും എന്നോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, ഓ പാസ്റ്ററെ, നിങ്ങൾ ഈ പാപം പാപം എന്ന് വേദപുസ്തകവും ചുമന്ന് പ്രസംഗിച്ച് നടക്കുമ്പോൾ ഒരു പാവപ്പെട്ടയാൾ അയാളുടെ ഭാര്യയും ചേർന്ന് ഒരു തോട്ടത്തിൽ നിന്ന് ഒരു മരത്തിൻ്റെ ഒരു പഴം പറിച്ച് തിന്നതാണോ ഇത്ര വലിയ പാപം? ഒരു പഴം പറിച്ച് തിന്നതാണോ ഇത്ര വലിയ പാപം? ഞാൻ അവരോട് വളരെ ലളിതമായി സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കാറുള്ളതാകുന്ന ചില കാര്യങ്ങളുണ്ട്. ആ പഴം പറിച്ചു തിന്നു എന്ന് പറയുന്ന വളരെ ലളിതമായ ഒരു സംഗതിയിലൂടെ മനുഷ്യനെ ദൈവമായിട്ട് 3 തരത്തിലുള്ള പാപമാണ് ഉണ്ടാകുവാനായിട്ടിടയായിത്തീർന്നത്. 3 തരത്തിലുള്ള പാപം. അത് ഒന്നാമത്തേത്, ദൈവത്തെ മനുഷ്യൻ സംശയിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ പാപം. ശ്രദ്ധിക്കണേ, ദൈവത്തെ മനുഷ്യൻ സംശയിച്ചു. വിവേകവും വിചാരവും വിദ്യാഭ്യാസവും ഒക്കെ വളർന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ സെൻറ്റൻസ് പറഞ്ഞാൽ ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും. കാരണം വിശുദ്ധ വേദപുസ്തകം പറയുന്നു, സംശയിക്കുന്നവരെല്ലാം കാറ്റത്ത് ഉലയുന്ന ഓട പോലെയാണ്, അല്ലെങ്കിൽ കാറ്റടിച്ച് ഓടുന്ന മേഘങ്ങൾ പോലെയാണ്. സംശയിക്കുന്നവർക്ക് ഒന്നും ലഭിക്കുന്നില്ല എന്ന് യേശു പറയുവാനിടയായി. പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ യേശു പറഞ്ഞു, സംശയിക്കാതെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവത്തെ സംശയിക്കുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ പാപമായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. അങ്ങനെ ദൈവത്തെ സംശയിച്ചു എന്നുള്ളതാണ് ആദാം ഹൗവ ചെയ്തതാകുന്ന ആ പഴം പറിച്ച് തിന്നതിലൂടെ ഒന്നാമതായി ചെയ്ത പാപം. രണ്ടാമതായിട്ട് അവർ ചെയ്തതാകുന്ന പാപം ദൈവത്തെ അവിശ്വസിച്ചു എന്നുള്ളതാണ്. ഒന്ന്, ദൈവത്തെ സംശയിച്ചു. രണ്ടാമതായിട്ട് ദൈവത്തെ അവിശ്വസിച്ചു. വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്കൊരു വാക്യം കാണാനായിട്ട് കഴിയും, അവനോട് പ്രാർത്ഥിക്കുന്നവർ അഥവാ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ ദൈവമുണ്ട് എന്നും അവൻ പ്രാർത്ഥന കേൾക്കാൻ ജീവനോടിരിക്കുന്നു എന്നും വിശ്വസിക്കണം. അവിശ്വസിക്കാത്തവരായി പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പലരും അവിശ്വസിച്ചതായി നമുക്ക് കാണാനായിട്ട് കഴിയും. ലോകത്തിൽ പലരും വിശ്വാസം നഷ്ടപ്പെട്ട അവിശ്വാസം ജീവിതത്തിൽ കയറിയവരായിട്ട് കാണാനായിട്ട് കഴിയും. ഇന്ന് തന്നെ നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന പലരും നല്ല വിശ്വാസത്തോടുകൂടെ അല്ല ജീവിക്കുന്നത്. അവിശ്വാസത്തിൻ്റെ ഒരു തലമുറയെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ നാളുകളിൽ പറയാനായി ചൂണ്ടിക്കാണിക്കാനായിട്ട് കഴിയും എന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് രണ്ടാമതായി അവർ പഴം പറിച്ച് തിന്നതിലൂടെ അവർക്ക് ജീവിതത്തിൽ സംഭവിച്ച പാപം ദൈവത്തെ അവർ അവിശ്വസിച്ചു എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് അവർ പറിച്ച് പഴം തിന്നതാകുന്ന ആ പഴത്തിലൂടെ അവർക്ക് സംഭവിച്ചതാകുന്ന പാപം ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിച്ചു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിച്ചു.
മാറ്റം വരുവാൻ പാടില്ലാത്തതും ഒരു കാലത്തും അവൻ മാറാൻ പാടില്ലാത്തതുമാകുന്ന ഒന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൽപ്പനകളാകുന്നു. ഈ ഉലകത്തിലെ സകലതും മാറും, ഈ ഉലകത്തിലെ സകലതും മാറ്റി എഴുതപ്പെടും. ഒന്നുകൂടെ പറഞ്ഞാൽ, ലോകം തന്നെ ഉറ്റുനോക്കുന്ന വളരെ നല്ലതും ഏറ്റവും ഉത്തമവുമാകുന്ന ഒരു നിയമമാണ് നമ്മുടെ ഭാരതത്തിൻ്റെ, ഇന്ത്യയുടെ എന്താ പറയുക, നിയമം, ജുഡീഷ്യറി നിയമം എന്ന് പറയുന്നത്. അതിനകത്ത് പോലും താഴെ NB നോട്ട് അറ്റ് ബോട്ടം എന്ന് എഴുതിയിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: സാഹചര്യവശാൽ ഈ നിയമങ്ങൾ മാറ്റി എഴുതാൻ സാധ്യതകളുണ്ട്. ലോകത്തിലെ സകല നിയമവും അങ്ങനെ തന്നെയാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു, ആകാശവും ഭൂമിയും മാറിപ്പോയാലും, ഈ ഉലകത്തിലുള്ള സകലതും മാറിപ്പോയാലും മാറിപ്പോകാത്തതൊന്നേ ഉള്ളൂ. അത് വേറൊന്നുമല്ല, ദൈവവും, ജീവിക്കുന്ന ദൈവവും അവൻ്റെ വചനങ്ങളുമാണ്. അവൻ്റെ വചനങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: മാറ്റാൻ പാടില്ലാത്തതാണ്, ലംഘിക്കാൻ പാടില്ലാത്തതാണ് അവൻ്റെ നിയമം. ലംഘനം എന്നുള്ളതിന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതാകുന്നൊരു മനോഹര വാക്കുണ്ട്, സ്ട്രെസ് പാസ് എന്നാണ്. ഈ വാക്ക് നമ്മൾ സാധാരണ കേൾക്കാറുള്ളത്. ലംഘിക്കുക എന്ന് പറയുന്നത് ഈ എന്താ പറയുക, രാഷ്ട്രീയക്കാരുടെയും അതുപോലെ തന്നെ വിവിധമായ ഈ പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ റോഡിലൂടെ നടക്കുന്ന ശക്തി പ്രകടനങ്ങൾ, ഇവയൊക്കെ ഏതെങ്കിലും ഒരു ഓഫീസിനെയോ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെയോ ഒക്കെ ആയിരിക്കും അവർ മുന്നിൽ കണ്ടുകൊണ്ട് ആ പ്രകടനം നടന്നു പോകുന്നത്. അപ്പോൾ പോലീസുകാർ അവരുടെ അടുക്കലെത്താതിരിക്കേണ്ടതിന് വേണ്ടി ഒരു ബാരിക്കേഡ് വയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു തടസ്സം സൃഷ്ടിക്കാറുണ്ട്. ഒരു കയറ് കെട്ടിയിട്ടോ ഒരു ഇരുമ്പ് കൊണ്ടുള്ളതാകുന്ന കവചമൊക്കെ അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കും. ഇതുവരെ പോകാൻ പാടുള്ളൂ, ഇതിനപ്പുറത്തേക്ക് എന്താ പറയുക, ആ ടീം പോകാനായിട്ട് പാടില്ല, ആ പ്രതിഷേധം നീങ്ങാനായിട്ട് പാടില്ല. അങ്ങനെ നീങ്ങിയാൽ അതിൻ്റെ പേരാണ് സ്ട്രെസ് പാസ് അല്ലെങ്കിൽ നിയമലംഘനം എന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകം ഈ വാക്കാണ് അടിസ്ഥാന പദത്തിൽ കൊടുത്തിരിക്കുന്നത്. നിയമം ലംഘിക്കുക എന്ന് പറയുന്നത് അതിരുവിട്ടു പോവുക, കടന്നു പോവുക എന്നുള്ളത്. ഇന്ന് രാത്രി ദൈവജനം മനസ്സിലാക്കണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എല്ലാ മേഖലകളിലും എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി, എല്ലാ തടസ്സങ്ങളെയും മാറ്റിമറിച്ച്, എല്ലാ അതിർവരമ്പുകളെയും ഭേദിച്ച് ജീവിതം ഇങ്ങനെ ഇടിച്ചുകുത്തി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, വലിയ ആവേശത്തോടുകൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, സുഹൃത്തേ, സ്നേഹിത, നിങ്ങൾ അറിയാതെ പോകരുത്, നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ വളരെ ശക്തിയോടെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അതിന് മറുപടി പറയേണ്ടി വരും. മനസ്സിലാക്കണം, ഈ 3 കാര്യങ്ങൾ ഈ പഴം പറിച്ച് തിന്നതിലൂടെ മനുഷ്യന് സംഭവിച്ചപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ 3 കാര്യം മനുഷ്യന് നഷ്ടപ്പെടുവാനായിട്ടിടയായിട്ടുണ്ട്. ആ 3 കാര്യങ്ങൾ ഇതാണ്. ദൈവത്തിൻ്റെ തേജസ്സും ബഹുമാനവും മനുഷ്യനിൽ നിന്ന് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. ഒന്ന്, ദൈവത്തിൻ്റെ തേജസ്സും ബഹുമാനവും മനുഷ്യനിൽ നിന്ന് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. രണ്ടാമതായിട്ട് മനുഷ്യന് നഷ്ടപ്പെട്ട കാര്യമാണ് നിത്യമായ പറുദീസയിൽ മനുഷ്യനെ ജീവിക്കാൻ ദൈവമാക്കി വെച്ചതാ. പക്ഷേ അവർ ചെയ്തതാകുന്ന ലംഘന മുഖാന്തരം ആ പറുദീസ അവർക്ക് നഷ്ടപ്പെടുവാനായിട്ടിടയായി. ദൈവം മനുഷ്യന് വേണ്ടി നിർമ്മിച്ചതാണ് പറുദീസ അല്ലെങ്കിൽ സ്വർഗം. ഈ പറുദീസ മനുഷ്യന് നഷ്ടപ്പെടാനായിട്ട് മനുഷ്യൻ്റെ ലംഘനമാണ് കാരണമായി തീർന്നത്. പിന്നെ മൂന്നാമതായിട്ട് മനുഷ്യന് നഷ്ടപ്പെട്ടതാകുന്നൊരു പ്രധാന സംഗതിയാണ് ദൈവവുമായിട്ടുള്ള മനുഷ്യൻ്റെ സംസർഗം അഥവാ സ്നേഹബന്ധം എന്നേക്കുമായി നഷ്ടപ്പെടുവാനായിട്ടിടയായി. നമ്മളത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ, എല്ലാ ദിവസവും വൈകുന്നേരമാകുമ്പോൾ മനുഷ്യനെ കാണേണ്ടതിന്, മനുഷ്യനോട് സംസാരിക്കേണ്ടതിന്, മനുഷ്യനോട് സംവാദിക്കേണ്ടതിന് ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വരുന്ന സ്വർഗത്തിലെ ജീവനുള്ള ദൈവം അന്ന് ഇറങ്ങി വന്നപ്പോൾ മനുഷ്യൻ ഓടി ഒളിക്കാനായിട്ടിടയായി. അഥവാ ദൈവമായിട്ടുള്ള സംസർഗം വേണ്ട എന്ന് മനുഷ്യൻ അന്ന് നിശ്ചയിക്കുകയാണ്. അങ്ങനെ എന്നേക്കുമായി ദൈവത്തോടുള്ള സഹിത്വം, ദൈവത്തോടുള്ള സംസർഗം നഷ്ടപ്പെട്ട് മനുഷ്യൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുവാനായിട്ടിടയായി.
വളരെ ചുരുക്കി പറയാം, ആ ആദം ഹൗവ ദമ്പതികളുടെ തലമുറകളായി ഇന്ന് ഈ ഉലകത്തിൽ ജീവിക്കുന്ന സകല മാനവജാതിയും ആ പാപത്തിൻ്റെ ആ ലംഘനങ്ങളുടെ കീഴിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയേ മതിയാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വലിയ കൊലപാതകങ്ങളോ മറ്റ് വേറെ ഏതെങ്കിലുമൊക്കെ മോഷണങ്ങളോ പിടിച്ചുപറയോ ചെയ്തതുകൊണ്ട് മാത്രമല്ല പാപികളാകുന്നത്. ജന്മനാ നമ്മളെല്ലാവരും ഈ പാപത്തിൻ്റെ കീഴിലാണ്. സ്തോത്രം. ബൈബിൾ അത് വളരെ അസന്നിഗ്ധമായി വിളിച്ചു പറയുന്നൊരു സംഗതിയാണ്. ജന്മന മനുഷ്യരെല്ലാം പാപികളാണ്. ജന്മനാ പാപികളാകുന്ന ഈ മനുഷ്യന് സ്വതവേ രക്ഷപ്പെടുവാനായിട്ട് കഴിയുകയില്ല. ഉദാഹരണത്തിന്, ഒരു കുഴിയിലേക്ക് വീണുപോയ, ഒരു ചെളിക്കുഴിയിലേക്ക് വീണുപോയ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് തപ്പിപ്പിടിച്ച് എത്ര കയറാനായിട്ട് പറ്റും? അവൻ ഓരോ പ്രാവശ്യവും കര കയറാനായിട്ട് ശ്രമിക്കും തോറും അവൻ്റെ കാലുകൾ പിന്നെയും വഴുതി ആ കുഴിയിലേക്ക് വീണുകൊണ്ടേയിരിക്കും. എന്നാൽ ഈ മനുഷ്യനെ രക്ഷിക്കേണ്ടതിന് വേണ്ടി കരയിൽ ചെളിയിലല്ലാത്ത ഒരാൾ വന്ന് കൈ കൊടുത്താൽ മാത്രമേ കഴിയുകയുള്ളൂ. ശ്രദ്ധിക്കണേ, കരം കൊടുക്കാൻ വരുന്നയാളിന് ഈ കിടക്കുന്നയാളിനേക്കാളും ശക്തിയില്ല എങ്കിൽ ഒരു കാര്യം കൂടെ സംഭവിക്കും, വരുന്നയാളും കൂടെ ഈ ചെളിയിൽ വീഴും. ഈ ഉലകത്തിൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള സകല രക്ഷകന്മാരും സകല നേതാക്കന്മാരും ഇതുപോലെ മനുഷ്യരോടുകൂടെ ഉലകത്തിൽ വീണുപോയ ചരിത്രം മാത്രമേ കേൾക്കാനുള്ളൂ എങ്കിൽ ഇന്ന് രാത്രി ഞാൻ ചങ്കുറപ്പോടെ വിളിച്ചു പറയാം, ഞാൻ പ്രസംഗിക്കുന്ന ഈ യേശു ക്രിസ്തു ഉണ്ടല്ലോ, അവൻ ഈ ഉലകത്തിലുള്ളവനല്ല, അവൻ ഉയരത്തിൽ നിന്ന് വന്നവനാണ്, അവൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്. അവൻ മനുഷ്യനെ രക്ഷിക്കുവാൻ അവൻ്റെ കരം നീട്ടുമ്പോൾ അവൻ ശക്തിയുള്ളവനെന്ന് തെളിയിച്ചുകൊണ്ടാണ് അവൻ്റെ കരം നീട്ടിയത്. അവൻ്റെ കരം പിടിച്ചവരൊക്കെയും ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവൻ്റെ കരം തൊട്ടവരൊക്കെയും ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അവൻ്റെ കരത്തിൻ്റെ സ്പർശനം അനുഭവിച്ചവരൊക്കെയും പാപത്തിൽ നിന്ന് പൂർണ്ണമായ മോക്ഷത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങളുടെ ഈ തിരുവചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യമിത്രമേ, ഞങ്ങൾക്ക് താങ്കളോട് പറയാനായിട്ടുള്ളത്, താങ്കളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, അഥവാ ജന്മന താനൊരു പാപിയാണ്, താങ്കളൊരു പാപിയാണ് എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് താങ്കളെ വിടുവിക്കുവാൻ ഒരേ ഒരു വ്യക്തിത്വമേ ഉള്ളൂ. അത് നസറേനാകുന്ന യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് മനുഷ്യന് ഈ ഭൂമി ഉണ്ടായ കാലം മുതലേ പരിശ്രമങ്ങൾ നടത്തുകയാണ്. പണ്ട് മഹർഷി വര്യന്മാർ അവർ പാടുവാനായിട്ടിടയായിത്തീർന്നു, അശ്വത്ഥോമ സദ്ഗമയ, മൃത്യോമ അമൃതം ഗമയ, തമസോമ ജ്യോതിർഗമയ. എന്താണ് ആ സെന്റൻസുകളുടെ അർത്ഥം? ഇതൊരു അവരുടെ ഒരു പദമാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, അസത്യത്തിൽ നിന്ന് ഞങ്ങളെ സത്യത്തിലേക്ക് ആര് വഴി നടത്തും? ഞങ്ങളെ ഒന്ന് നടത്തേണമേ. തമസിൽ നിന്ന് അഥവാ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തുവാൻ, ഞങ്ങളെ കരം പിടിക്കുവാൻ ആരുണ്ട്? മരണകരമായ ഈ ജീവിതത്തിൽ നിന്ന്, അഥവാ മരണത്തിൻ്റെ അടിമത്തമുള്ളതാകുന്ന ഈ ജീവിതത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുലരിയിലേക്ക് ഞങ്ങളുടെ കരം പിടിക്കുവാൻ ആരുണ്ട് എന്ന് പണ്ടേ യുഗങ്ങൾക്കപ്പുറമേ മനുഷ്യരാശി ചോദിച്ചു കൊണ്ടിരുന്ന, പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. ആ കാലത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം മനുഷ്യരെ രക്ഷിക്കേണ്ടതിന് വേണ്ടി, ഉലകത്തിലെ മനുഷ്യനെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി, പാപത്തിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് വേണ്ടി ചില നിയമങ്ങൾ കൊടുത്തു. അതിൻ്റെ പേരാണ് ന്യായപ്രമാണം, അല്ലെങ്കിൽ 10 കൽപ്പനകൾ എന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമമാകുന്ന ഉൽപ്പത്തി മുതൽ ഉള്ള ആലംബ പുസ്തകങ്ങളിൽ ആദ്യത്തെ 5 പുസ്തകമായ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്നീ പുസ്തകങ്ങളിൽ അധിഷ്ഠിതമായിരിക്കുന്ന പ്രധാന കാര്യമെന്ന് പറയുന്നത് ഈ കൽപ്പനകൾ മനുഷ്യനെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ഈ കൽപ്പനകൾ ലംഘിച്ചാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ, ഈ കൽപ്പനകൾ തെറ്റിച്ചാൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ, ഇതെല്ലാം അതിനകത്ത് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് മനുഷ്യനോട് പറഞ്ഞു, താങ്കളൊരു പാപം ചെയ്താൽ രക്തം ചൊരിയണം, അല്ലെങ്കിൽ പാപത്തിൻ്റെ പരിഹാരമാകുന്ന മരണത്തിൽ നിന്ന് രക്ഷ നേടുവാനുള്ളതായ, മരണത്തിൽ നിന്ന് വീണ്ടെടുപ്പ് വരുവാനുള്ളതാകുന്ന ചോരയ്ക്ക് പകരം ചോര എന്നുള്ളതാകുന്ന നിയമം പാലിക്കണം. അതുകൊണ്ട് മനുഷ്യർ പക്ഷി, മൃഗങ്ങൾ, നാൽക്കാലികൾ തുടങ്ങിയതാകുന്നവയെ യാഗങ്ങൾ കഴിക്കുവാനായിട്ട് തുടങ്ങി. യാഗ തൽപരണകൾ പലതും നടത്തിയിട്ടും മനുഷ്യൻ്റെ പാപത്തിന് പൂർണ്ണമായൊരു മോചനമുണ്ടായില്ല.
മനുഷ്യരെല്ലാം അതിൽ ഫെയിലിയർ ആയിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഈ ഉലകത്തിലേക്ക് തൻ്റെ ഏകപുത്രനാകുന്ന യേശുക്രിസ്തുവിനെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി, മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ ഉലകത്തിലേക്ക് അയക്കുവാനായിട്ടിടയായി. അതാണ് കാൽവരി ക്രൂശിൽ നമ്മൾ കാണുന്ന യേശുക്രിസ്തുവിൻ്റെ പുണ്യയാഗം. ആ യാഗത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് പാപമോചനമുണ്ട്. ഒരുപാട് നേർച്ചകളും കാഴ്ചകളും ഒരുപാട് പുണ്യയാത്രകളും ഒരുപാട് കാര്യങ്ങളുമായി ഉലകത്തിൽ നടക്കുന്ന സ്നേഹിത, സുഹൃത്തെ, താങ്കൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. താങ്കൾ യേശുക്രിസ്തു എന്ന ആ പുണ്യാത്മാവിൽ വിശ്വസിക്കുന്നതിലൂടെ, ആ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നതിലൂടെ താങ്കൾക്ക് പാപമോചനം സുനിശ്ചിതമാണ്. അതിന് രണ്ടു പക്ഷമില്ല. ഇത് താങ്കൾ അറിയുന്നു എങ്കിൽ വിശ്വസിച്ചാൽ രക്ഷയുണ്ട്. യേശു ഇങ്ങനെ പറഞ്ഞു, ഈ വചനങ്ങളെ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതിന് കാരണമായി തീർന്നത് നമുക്കറിയാം, അപ്പോസ്തലന്മാരെന്ന് പറയുന്ന അഥവാ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാകുന്ന അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്ന പുതിയ നിയമത്തിലെ ഏക ചരിത്ര പുസ്തകമാകുന്ന ആ പുസ്തകത്തിനകത്ത് അപ്പോസ്തലന്മാരാകുന്ന ചിലരെ യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചതുകൊണ്ട് പിടിച്ച് അടിച്ച് അവരുടെ ശരീരമെല്ലാം ഉപദ്രവിച്ച് ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ അവർ പാടി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും സ്വർഗത്തിലെ ദൈവം അവരെ രക്ഷിക്കേണ്ടതിന് വേണ്ടി തൻ്റെ ശക്തിയുള്ള ദൂതന്മാരെ ആ ജയിലറയുടെ അകത്തേക്ക് അയക്കുകയും ആ ജയിലറയ്ക്കകത്ത് നിന്ന് ആ ദൈവമനുഷ്യരെ അത്ഭുതകരമായി രക്ഷിച്ചു പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്നതായ, അല്ലെങ്കിൽ ആ ശബ്ദവും ആ സംഗതികളും അറിഞ്ഞതാകുന്ന ആ ജയിലർ ചോദിച്ചതാകുന്നൊരു ചോദ്യമാണ്, ഞങ്ങൾ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? അഥവാ ഞങ്ങൾ ഇവിടെ രക്ഷപ്പെടുവാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഒരു സംശയവും കൂടാതെ, ഒരു വ്യത്യാസവും കൂടാതെ, വേറൊരു വാക്കിനെ കുറിച്ച് ആലോചിക്കാനില്ലാതെ അപ്പോസ്തലന്മാർ വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ, പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ ഈ ഉലകത്തിൽ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ എന്ന് ഒരിക്കൽ കൂടെ പ്രഖ്യാപിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഈ കാര്യം ഒന്ന് മനസ്സിലാക്കാൻ ഞാനൊരു കൊച്ചു കഥ പറയാം. വളരെ ശ്രദ്ധിക്കണം. കഥ നിങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടമാണെന്നറിയാമല്ലോ. ഒരിക്കൽ ഒരു ദൈവദാസൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതാകുന്നൊരു സംഭവ കഥയാണ്. ദേവസ്യ എന്ന് പേരുള്ളതാകുന്ന ഒരു ചേട്ടൻ, അദ്ദേഹം വളരെ ഇഷ്ടപ്പെട്ട് ഒരു ആടിനെ വാങ്ങി, ഒരു കുഞ്ഞാടിനെ വാങ്ങി. ഈ ആടിനെ വാങ്ങി താൻ ഒരു കയറൊക്കെ കെട്ടി ഇതിനെങ്ങനെ കൊണ്ട് നടന്ന് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിനടുത്തുള്ളതാകുന്ന ആ വഴിയോരത്ത് ഒരു മരത്തിൽ ഈ ആടിനെ ഇങ്ങനെ കെട്ടിയിട്ടതിന് ശേഷം താൻ തൻ്റെ പാട്ടിന് പോയി. ചില യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ കെട്ടിയിട്ടെടുത്ത് ആടിനെ കണ്ടില്ല. ആടിനെ അന്വേഷിച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ഈ ഉടയവൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ആട് അങ്ങ് ഇച്ചിര ദൂരെ നിന്ന് ശബ്ദമുണ്ടാക്കി തിരികെ. ഈ മനുഷ്യൻ, ഈ ദേവസ്യ ചേട്ടൻ അവിടെ നടന്നു ചെന്നു. അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ളതാകുന്ന ഒരു ചേട്ടൻ, തോമാച്ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ പറമ്പിൽ ഒരു തെങ്ങിൻ്റെ ചോട്ടിൽ ഈ ആടിനെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നതാകുന്ന ആടിനെ കണ്ടുകൊണ്ട് ഈ ദേവസ്യ ചേട്ടൻ ചോദിച്ചു, എന്തിനാണ് എൻ്റെ ആടിനെ താങ്കൾ അഴിച്ചുകൊണ്ട് ഇവിടെ കെട്ടിയിരിക്കുന്നത്? ഞാൻ ഇവിടെ അല്ലല്ലോ ഇതിനെ കെട്ടിയത്. ഒരല്പം കോപത്തോടുകൂടെ, ഒരല്പം അമർഷത്തോടുകൂടെ ആ തോമാച്ചേട്ടൻ പറഞ്ഞതാകുന്നൊരു കാര്യമുണ്ട്. ഓഹോ, ഇത് താങ്കളുടെ ആടായിരുന്നോ? താങ്കളുടെ ആട് ചെയ്ത പ്രവർത്തികൾ താങ്കൾക്കറിയാമോ? താങ്കൾ ഈ ആടിനെയും കെട്ടിയിട്ട് തൻ്റെ വഴിക്ക് പോയി. പക്ഷേ ഈ ആട് അതിൻ്റെ കയറ് പൊട്ടിച്ച് ഞാൻ ചില ആഴ്ചകളായി, മാസങ്ങളായി വളരെ കഷ്ടപ്പെട്ട് വേലി കെട്ടി സൂക്ഷിച്ചിരുന്നതാകുന്ന എൻ്റെ കൃഷിയിടത്തിലേക്ക് ഈ ആട് അതിക്രമിച്ച് കയറി അതിനകത്തെ ചേനയും കപ്പയും വാഴയും ഒക്കെ തിന്ന് കുറേ ചവിട്ടി നശിപ്പിച്ചു. അതുകൊണ്ട് ഈ ആടിനെ ഞാൻ തരില്ല, ഈ ആടിനെ എനിക്ക് വേണം. അതിൻ്റെ നഷ്ടപരിഹാരമായി ഈ ആടിനെ ഞാൻ എടുക്കുകയാണെന്ന് പറഞ്ഞു. ദേവസ്യ ചേട്ടൻ ആകെ വിഷമിച്ചു. വളരെ പാടുപെട്ട് പണം ചെലവാക്കി ഇഷ്ടപ്പെട്ടാണ് ഈ ആടിനെ വാങ്ങിച്ചത്. അതുകൊണ്ട് ഈ ആടിനെ വിട്ടുകൊടുക്കാൻ ആ മനുഷ്യൻ തയ്യാറായില്ല. ആ മനുഷ്യൻ പറഞ്ഞു, ഈ ആടിനെ തിരികെ എനിക്ക് തരണമെങ്കിൽ താങ്കൾക്ക് ഞാൻ എന്ത് ചെയ്യണം, എന്തു വേണം എന്ന് ചോദിച്ചു. അഥവാ മറുവിലയായി ഞാൻ എന്ത് തരണം എന്ന് ചോദിച്ചു. അദ്ദേഹം, ആ തോമാച്ചേട്ടൻ കണക്കൊക്കെ കൂട്ടി നോക്കിയിട്ട് തൻ്റെ 2-3 ദിവസത്തെ അധ്വാനവും
ഈ കൃഷി നഷ്ടപ്പെട്ടു പോയതിൻ്റേതാകുന്ന ചിലവൊക്കെ നോക്കിയിട്ട് അദ്ദേഹം ഒരു തുക അങ്ങോട്ട് പറഞ്ഞു. ആ തുക ദേവസ്യച്ചേട്ടൻ അംഗീകരിച്ചു. ആ തുക പണമായെടുത്ത് തോമാച്ചേട്ടൻ്റെ കയ്യിലോട്ട് വെച്ചു കൊടുക്കുകയും ആ തോമാച്ചേട്ടൻ ആടിൻ്റെ കയറ് ദേവസ്യച്ചേട്ടൻ്റെ കയ്യിലേക്ക് തിരികെ കൊടുക്കുകയും ചെയ്തതിൻ്റെ പേരാണ് വീണ്ടെടുപ്പ്, അല്ലെങ്കിൽ റിഡംഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ന് രാത്രി ഈ കഥ കേട്ട് അതിൽ ലയിച്ചിരുന്ന് പോകാനല്ല ഞാനിത് പറഞ്ഞത്. ശ്രദ്ധിച്ച് കേൾക്കണമേ. കർത്താവായ യേശു ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവും വീണ്ടെടുപ്പുകാരനുമാകുന്ന ആ വിലേറിയ രക്തമാണ് എൻ്റെയും നിങ്ങളുടെയും പല അതിക്രമങ്ങൾക്കും പകരമായി ദൈവമാകുന്ന കർത്താവ് ഈ ഉലകത്തിന് നൽകുവാനിടയായി തീർന്നത്. യേശു ക്രിസ്തു എന്ന വിലയെ കൊടുത്ത് എന്നെയും നിങ്ങളെയും വിലയ്ക്ക് വാങ്ങുവാനായിട്ട് ഇടയായി. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ യേശു ക്രിസ്തുവിനെ ആരാധിക്കാനായി ഈ ഗ്രൗണ്ടിൽ കൂടി വന്നിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വിലയുള്ളവരാണ്, നിങ്ങൾ മാന്യരാണ്, നിങ്ങൾക്ക് ദൈവം ഒരു വില കൽപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ പറയുമായിരിക്കും, ഇല്ല പാസ്റ്ററേ, എന്നെ ഒരു വിലയും കൽപ്പിക്കാത്തവരാണ് ഈ സമൂഹം, എന്നെ ഒരു വിലയുമില്ലാത്തവരാണ് ഈ ഉലകം. ചിലർ പറയാറുണ്ട്, എനിക്ക് കാശുണ്ടായിരുന്നപ്പോൾ, ആരോഗ്യമുണ്ടായിരുന്നപ്പോൾ, ജോലി ഉണ്ടായിരുന്നപ്പോൾ എന്നെ എല്ലാവർക്കും വേണമായിരുന്നു, എന്നെ എല്ലാവർക്കും വിലയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്നെ വിലയില്ല, എന്നെ ആർക്കും വേണ്ട, എന്നെ ആർക്കും ഉപയോഗമില്ല, ഞാൻ ഏകയാണ്, ഞാൻ ഏകനാണ്, ഞാൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ഞാൻ നിരാശയിലാണ് എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? എന്നാൽ യേശു കർത്താവ് ഇന്ന് താങ്കളോട് അസന്നിഗ്ധമായി ഉറപ്പോടെ പറയുന്നൊരു കാര്യമുണ്ട്. താങ്കൾ വിലയുള്ളയാളാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, താങ്കൾ വിലയുള്ളയാളാണ്. താങ്കൾ ഈ ലോകത്തിൽ മരിച്ചു പോകേണ്ട ആളല്ല. ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ പുറകെ പോയി താങ്കളുടെ വിലയുള്ള ജീവിതം നശിപ്പിക്കേണ്ടതല്ല. ജീവിതത്തിൻ്റെ വിലയെക്കുറിച്ച്, മനുഷ്യൻ്റെ വിലയെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ ഒരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞാൽ, ഈ ഉലകത്തെക്കാൾ, ഈ ലോകത്തെക്കാൾ, ഈ ലോകത്തിലുള്ള എന്തിനേക്കാളും ഏറ്റവും വിലയേറിയത് മനുഷ്യൻ്റെ ജീവനാണ്. ഈ മനുഷ്യജീവൻ്റെ വിലയാണ് യേശു കർത്താവ് വീണ്ടെടുപ്പായിട്ട് നേടുവാനായി ഇടയായി തീർന്നത്. ഇന്ന് രാത്രിയിൽ ഞാൻ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ദൈവത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ ആദിമ മനുഷ്യനാകുന്ന ആദാം ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവത്തോട് ചെയ്ത 3 പാപങ്ങളാൽ നഷ്ടപ്പെട്ടു പോയ ഒന്നാമത്തെ കാര്യം തേജസ്സും ബഹുമാനവും യേശു ക്രിസ്തുവിനാൽ മനുഷ്യനെ തികച്ചും സൗജന്യമായി യേശു ക്രിസ്തുവിലൂടെ നൽകപ്പെടുകയാണ്. ഈ വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്: യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണമില്ല, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. ഞാൻ വന്നത്, യേശു വിളിച്ചു പറഞ്ഞു, ഞാൻ ഈ ഭൂമിയിൽ വന്നത് മനുഷ്യരെ രക്ഷിക്കേണ്ടതിനും അവന് നിത്യജീവൻ നൽകേണ്ടതിനും വേണ്ടിയാണ്. ഈ ലോകത്തിൽ ചിലപ്പോൾ മറുവിലയായി ജീവനെ നൽകുവാനായിട്ട് കഴിയുന്നവർ ചിലപ്പോൾ കാണുമായിരിക്കും. അതിനും വേദപുസ്തകം ഇങ്ങനെ ഒരു വാക്യം പറയുന്നു: ഗുണവാന് വേണ്ടി ആരെങ്കിലും മരിക്കാൻ തയ്യാറാകുമായിരിക്കും. പ്രയോജനമുള്ള ഒരാൾക്ക് വേണ്ടി ആരെങ്കിലും മരിക്കാൻ തയ്യാറാകുമായിരിക്കും. നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് രാഷ്ട്രീയ പ്രമുഖരും അതുപോലെ മത നേതാക്കന്മാരും അതുപോലെ സാംസ്കാരിക നേതാക്കന്മാരും, പ്രത്യേകിച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആൾക്കാർ, അവർ മരിക്കാനായിട്ട് കിടക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് മുമ്പോട്ട് വരുന്ന ആൾക്കാരെ, അയ്യോ അവരുടെ ജീവനെ മടക്കി കൊടുക്കണമേ, പകരം എൻ്റെ ജീവനെ എടുത്തോളൂ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരെയും, അങ്ങനെയുള്ളവർ മരിക്കുമ്പോൾ കൂടെ ആത്മഹത്യ ചെയ്യുന്നവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്താണത് കാണിക്കുന്നത്? അവർ വലിയ ഗുണവാന്മാരായിരുന്നു, അവരെല്ലാം വലിയ പ്രയോജനമുള്ളവരായിരുന്നു. അവർക്ക് വേണ്ടി മരിക്കാൻ ആൾക്കാർ ഈ ഭൂമിയിലുണ്ട്, അവർക്ക് വേണ്ടി നിരതദ്രവ്യം കൊടുക്കാൻ ആളുണ്ട്. എന്നാൽ നമ്മളെപ്പോലെയുള്ള പാപങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ? നമുക്ക് വേണ്ടി മരിക്കുന്നത് പോയി ഒരു ജാമ്യം നിൽക്കാൻ ആൾ വരുമോ? എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, നിങ്ങളെ അറിയുന്ന ഒരു ജാമ്യക്കാരനുണ്ട്. അവൻ്റെ പേരാണ് നസ്രയനാകുന്ന യേശു. കാൽവരി ക്രൂശിലെ കുലക്കളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് തിരിച്ചു നോക്കിയാൽ അവിടെ താങ്കൾക്ക് വേണ്ടിയുള്ള ജീവന്റെ വിലയായ അവൻ്റെ ചങ്കിലെ ചോര ഊറ്റിക്കൊണ്ട് ഒരുവൻ സ്നേഹത്തോടെ നിന്റെ മുഖത്തേക്ക് നോക്കി പറയുക, I give a price at the cross for you. ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ പ്രാണനെ ക്രൂശിൽ യാഗമാക്കിയത് നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്ന ഏത് ജാതി മതസ്ഥരായാലും താങ്കൾക്ക് രക്ഷയുണ്ട് സുഹൃത്തെ.
താങ്കൾ മരിക്കേണ്ടയാളല്ല, താങ്കൾ പാപത്തിൽ മരിക്കേണ്ട ആളല്ല, പാപത്തിൽ ജീവിക്കേണ്ടയാളല്ല. ഈ ഭൂമിയിൽ രക്ഷകനുണ്ട്. ഇന്നും അവൻ മരിച്ചു പോയിട്ടില്ല. അവൻ്റെ രക്ഷയ്ക്കൊന്നും ഭംഗം വന്നു പോയിട്ടില്ല. അവനിന്നും ശക്തിയോടെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇന്ന് ഈ സുവിശേഷ യോഗം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവനെന്നും പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ ഈ മിനിറ്റിലും ഈ സെക്കൻഡിലും യേശു ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ച് പാപത്തെ വിട്ട് ജീവനിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉറപ്പായി പറയാം, ഈ ദേശമേ, ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സുവിശേഷ ദോഷണം ദയവായി താങ്കൾ നിസ്സാരമായി തള്ളിക്കളഞ്ഞ് മുമ്പോട്ട് പോകരുത്. ഇത് താങ്കൾക്ക് വേണ്ടിയുള്ള രാത്രിയാണ്. താങ്കളെ രക്ഷിക്കേണ്ടതിന് വേണ്ടി ദൈവം അയച്ച സന്ദേശമാണ്. അപ്പം വീണ്ടെടുപ്പ് വില കൊടുത്തത് യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയാണ്. ഈ ലോകത്തിൽ പലരും വിശ്വസിക്കുന്ന കാര്യമുണ്ട്, എനിക്ക് ഈ ലോകത്തിലുള്ള പലതിനെയും കൊടുത്തൊക്കെ വീണ്ടെടുപ്പ് പ്രാപിക്കാനായിട്ട് പറ്റും. നമുക്കൊന്ന് വായിക്കാമോ? പത്രോസിൻ്റെ 1-ാം ലേഖനം, വിശുദ്ധ പത്രോസിൻ്റെ 1-ാം ലേഖനം, അതിൻ്റെ 1-ാം അധ്യായം 18-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. ആ വിശുദ്ധ കരങ്ങൾ ഉയർത്തി വീണ്ടെടുക്കപ്പെട്ട ദൈവജനം, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ രക്ഷയുടെ അനുഭവം പ്രാപിച്ചവർ ശക്തിയോടെ കരമൊന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രി നിങ്ങൾ അറിയണം, ഈ ലോകത്തിലുള്ള എന്തെങ്കിലും കൊടുത്താൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് രക്ഷ നേടാമെന്ന് ആരും വ്യാമോഹിക്കണ്ട. ചില കാശ് കൂടുതലുള്ളവർ ചിലപ്പോൾ കുറേ പൊന്ന് കൊടുത്തേക്കാമെന്ന് തീരുമാനിച്ചാൽ നടക്കത്തില്ല കേട്ടോ. കുറേ വെള്ളി കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. അതുകൊണ്ടാണ് ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറ്റമില്ലാത്ത വിശുദ്ധ വേദപുസ്തകത്തിൽ വിളിച്ചു പറഞ്ഞത്, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് അഴിഞ്ഞു പോകുന്ന പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് ഇവ കൊണ്ടല്ല, നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമാ നാം. അതുകൊണ്ട് നാം വളരെ സന്തോഷിക്കണം, നാം അഭിമാനിക്കണം. ഹല്ലേലൂയ. അങ്ങനെ യേശു ക്രിസ്തു വീണ്ടെടുപ്പുകാരനാണ്. അപ്പോൾ ഒന്നാമതായിട്ട് അവൻ വീണ്ടെടുത്തു എന്ന് പറയും, നമ്മളെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് 1 തീമോഥെയോസിൻ്റെ ലേഖനം, അതിൻ്റെ 2-ാം അധ്യായം 14-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 1 തീമോഥെയോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കാം. ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹവ്വ, ആദാമല്ല, സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്. എന്നാൽ വിശ്വാസത്തിലും. ശ്രദ്ധിക്കണേ, 1 തീമോഥെയോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. സ്തോത്രം. വായിച്ചാട്ടെ, ഒന്നുകൂടെ വായിച്ചാട്ടെ. ആദാമല്ല, സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്. എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. അടുത്ത വാക്യം കൂടെ. ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാംക്ഷിക്കുന്നുവെങ്കിൽ മതി. നാം അവിടെ ആ വാക്യത്തിന് ചെറിയ തിരുത്തുണ്ട്. അവിടെ വന്നപ്പോൾ അധർമ്മങ്ങളിൽ നിന്ന് യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുക്കുന്നു എന്നതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, യേശു ക്രിസ്തു നമ്മെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുത്തു. കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തുതിച്ചാട്ടെ, ശക്തിയോടൊന്ന് ദൈവത്തിന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഒന്ന്, പാപങ്ങളിൽ നിന്ന് യേശു നമ്മെ വീണ്ടെടുത്തു. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, അധർമ്മങ്ങളിൽ നിന്ന് യേശു നമ്മെ വീണ്ടെടുക്കുവാനായിട്ടിടയായിത്തീർന്നു. അധർമ്മങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കണം, ഈ ലോകത്തിൽ ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുന്ന, നടമാടിക്കൊണ്ടിരിക്കുന്ന സംഗതികളെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അധർമ്മങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൽ ഇന്ന് ധർമ്മത്തിന് ഒരു സ്ഥാനവുമില്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഘോരഘോരം പ്രസംഗിക്കുന്നതാകുന്ന ധർമ്മമൂർത്തികളും ധർമ്മത്തെ മുമ്പോട്ട് വയ്ക്കുന്നവരും ഒക്കെ ഉലകത്തിലുണ്ടെങ്കിലും, എന്നാൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്നതെല്ലാം നമ്മൾ പരിശോധിച്ചാൽ അധർമ്മങ്ങളാണ്. വിശുദ്ധ ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നു, അധർമ്മമൂർത്തിയുടെ ചില പ്രകടനങ്ങളാണത് നടന്നുകൊണ്ടിരിക്കുന്നത്. അഥവാ പിശാചിൻ്റെ ആ പോരാണ് ഈ ഭൂമിയിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം,
ദൈവം ആഗ്രഹിക്കുന്ന വീണ്ടെടുപ്പിലേക്ക് വരണമെങ്കിൽ യേശുക്രിസ്തുവിലൂടെയുള്ളതാകുന്ന വീണ്ടെടുപ്പിൻ്റെ അധർമ്മങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പ് നാം പ്രാപിച്ചെടുക്കേണ്ടത് വളരെ ആവശ്യമായിരിക്കുകയാണ്. അധർമ്മങ്ങളിൽ നിന്നുള്ളതാകുന്ന വീണ്ടെടുപ്പ് അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകുവാനായിട്ട് ഇടയായിത്തീർന്നൊരു സംഗതിയാണ്. ശ്രദ്ധിക്കണേ, ഈ കാലഘട്ടം നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ യുവതലമുറകൾ എങ്ങോട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ യുവാക്കൾ അവരെങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്? വളരെ വേദനിപ്പിക്കുന്നതാകുന്നൊരു സംഗതി കഴിഞ്ഞ ഞായറാഴ്ച സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ താമസിക്കുന്ന എൻ്റെ വീട്ടിനടുത്ത് താമസിക്കുന്ന 2 ചെറുപ്പക്കാർ, അവർ 3 പേർ ചേർന്ന് ഒരു ബൈക്കിൽ മദ്യത്തിൻ്റെ ലഹരിയിൽ, മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിൽ വളരെ വേഗം ഹെൽമറ്റൊന്നും ധരിക്കാതെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എതിരെ വന്ന ലോറിയിലേക്ക് കൂട്ടിയിടിച്ച് 2 പേർ തക്ഷണം മരിച്ചു പോകാനായിട്ടിടയായിത്തീർന്നു. വളരെ വേദനയുണ്ടാക്കുന്ന അനുഭവമാണ്. തീർന്നില്ല, ഇന്നത്തെയും ഇന്നലത്തെയും പത്രങ്ങൾ നമ്മളെടുത്ത് വായിച്ചു നോക്കിയാൽ എത്രയോ അനർത്ഥങ്ങൾ, അപകടങ്ങൾ, അസംഖ്യമാകുന്ന വിഷയങ്ങൾ നമ്മുടെ ചുറ്റും സംഭവിക്കുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ നമ്മൾ പരിശോധിച്ചാൽ മനുഷ്യരെ കീഴടക്കിയിരിക്കുന്നത് ലഹരി എന്ന വിപത്താണ്. ലഹരി മനുഷ്യനെ ഇന്ന് വളരെ ശക്തമായ നിലയിൽ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രായവ്യത്യാസമന്യേ, അത് മതജാതി വ്യത്യാസമന്യേ സകലരെയും കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിപത്താണ് ലഹരി. അത് വർദ്ധിച്ചു വരുന്നത് അധർമ്മങ്ങൾ പെരുകുകയാണ്. അന്ത്യനാളുകളുടെ ലക്ഷണമായി വിശുദ്ധ വേദപുസ്തകം പറയുന്ന ഒരു ലക്ഷണമാണ് അന്ത്യനാളുകളിൽ അധർമ്മം മനുഷ്യനിൽ പെരുകും. പെരുകി വരുന്ന ഈ അധർമ്മങ്ങളാൽ മനുഷ്യർ പലരും പീഡകൾ അനുഭവിക്കുമ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ തലമുറയുടെ നടുവിൽ രക്ഷകനായ യേശുക്രിസ്തുവിനെ അധർമ്മങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, അധർമ്മങ്ങളിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കുവാൻ, കരം പിടിച്ച് വീണ്ടെടുക്കുവാൻ കഴിവുള്ള യേശുവിനെ പ്രസന്റ് ചെയ്യുവാൻ ഇന്ന് രാത്രി ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, താങ്കൾ നശിച്ചുകൊണ്ടിരിക്കുന്ന താങ്കളുടെ തലമുറയെക്കുറിച്ച് വേദനപ്പെടുകയാണോ? കരയുകയാണോ? കണ്ണുനീരൊഴുക്കുകയാണോ? ആരും കാണാതെ രാത്രിയുടെ യാമങ്ങളിൽ താങ്കൾ കരഞ്ഞു വിലപിക്കുകയാണോ? എൻ്റെ തലമുറ നഷ്ടപ്പെട്ടു പോയല്ലോ, എൻ്റെ മകൻ മദ്യപാനിയായിപ്പോയല്ലോ, എൻ്റെ സഹോദരൻ മദ്യപാനിയായിപ്പോയല്ലോ, എൻ്റെ സുഹൃത്ത് ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് യേശുവിന് താങ്കളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാനായിട്ട് കഴിയും. സുഹൃത്തുക്കളെ ശ്രദ്ധിക്കണമേ, ഇന്നിവിടെ കൂടി വന്നിരിക്കുന്ന ഞങ്ങളടക്കമുള്ളതാകുന്ന ദൈവദാസന്മാരടക്കമുള്ളതായ ഞങ്ങളോട് അനുഭവം പറഞ്ഞാൽ ഞങ്ങൾക്ക് പറയാനൊരു അനുഭവമുണ്ട്. ഒരു കാലത്ത് രക്ഷ എന്തെന്നറിയാതെ അധർമ്മത്തിൻ്റെ അകത്ത് പച്ചവെള്ളത്തെ പോലെ പാപത്തെ വലിച്ചു കുടിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഞങ്ങളുടെ പിന്നിലുണ്ട്. അവിടം വിട്ട് നീ വെള്ളക്കുപ്പായമിട്ട് ഈ സ്റ്റേജിൽ, ഈ മേടയിൽ കയറി നിൽക്കാൻ ഞങ്ങൾക്ക് കാരണമായി തീർന്നത്, രക്ഷയ്ക്ക് മുഖാന്തരമായി തീർന്നത് ആ കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് പറയാൻ ഞങ്ങൾ അഭിമാനിക്കുകയാണ്. അതുകൊണ്ട് ചങ്കുറപ്പോടെ പറയാം, ഈ ലോകത്തിൽ നിന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന സകല അധർമ്മങ്ങളുടെയും അന്തകനായി വന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കൂ. താങ്കളുടെ അധർമ്മങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് താങ്കൾക്ക് വീണ്ടെടുപ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ യേശു ക്രിസ്തു 2 വിധത്തിൽ നമ്മെ വീണ്ടെടുക്കുവാനായിട്ടിടയായിത്തീർന്നു. ഒന്ന്, നമ്മെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുത്തു. രണ്ടാമതായിട്ട് അധർമ്മങ്ങളിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അടുത്തതായി നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്, ആർക്കും അടക്കാൻ കഴിയാത്ത ചിലരെ അടക്കിയതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. എന്ന് പറഞ്ഞാൽ ആർക്കും പിടിച്ചു നിർത്താൻ കഴിയാത്തതാകുന്ന ചില ദുഷ്ടശക്തികൾ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ചിലരെ യേശു ക്രിസ്തു പിടിച്ചടക്കുവാനായിട്ടിടയായി. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 5-ാമത്തെ അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അതൊരു വലിയ കഥയാണ്, ഒരു സംഭവമാണ്. അതുകൊണ്ട് ഓരോ വാക്യങ്ങളായി ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക, ആ വാക്യം നിങ്ങൾ വായിക്കണം വീടുകളിൽ പോയി. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ളതാകുന്ന വാക്യങ്ങൾ. അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഗദരദേശം എന്ന ഒരു സ്ഥലം. അവിടെ ഒരു മനുഷ്യനെ നമുക്ക് കാണാനായിട്ട് കഴിയും. ആ മനുഷ്യൻ്റെ പേര് പോലും അവിടെ പറഞ്ഞിട്ടില്ല. എന്നാൽ അവൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അവനായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചും അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, 6000 ഭൂതങ്ങൾ പിടിച്ചവനായി, 6000 ദുരാത്മാക്കളുടെ നിയന്ത്രണത്തിലുള്ളതായ ഒരു മനുഷ്യൻ, സാധാരണ മനുഷ്യൻ. എന്നാൽ ഈ ഭൂതങ്ങളിൽ അവനിലേക്ക് വരുമ്പോൾ
അവൻ അസാധാരണ ശക്തിയുള്ളവനായി മാറുകയാണ്. അവനൊരു അസാധാരണ കഴിവുള്ളവനായി മാറുകയാണ്. അവൻ്റെ സന്തോഷവും സമാധാനവും പൂർണ്ണമായി നഷ്ടപ്പെടുകയാണ്. അവൻ്റെ പാർപ്പ് വീട്ടിലല്ല, കല്ലറകളിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ വായിക്കുന്നത് അവൻ നിലവിളിച്ചുകൊണ്ട് മലകളിലൂടെ ഓടി നടക്കാറുണ്ട്. തീർന്നില്ല, അവൻ്റെ കല്ലെടുത്ത് തൻ്റെ ശരീരത്തെ ഇടിച്ച് ചതയ്ക്കാറുണ്ട്. അവൻ മരണകരമായ പല ക്രിയകളും അവൻ്റെ ശരീരത്തിൽ ചെയ്യാറുണ്ട്. സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, എല്ലാം നഷ്ടപ്പെട്ടവനായി, വീട് നഷ്ടപ്പെട്ടവനായി, കുടുംബം നഷ്ടപ്പെട്ടവനായി, ആർക്കും അടക്കാൻ കഴിയാതെ, ആർക്കും സ്നേഹിക്കാൻ കഴിയാതെ, ആർക്കും ഹോസ്പിറ്റലിൽ ശുശ്രൂഷിക്കാൻ കഴിയാതെ, ആർക്കും ചികിത്സിക്കാനായിട്ട് കഴിയാതെ, ചങ്ങലകൾ പോലും ഉരുമി ഓടിച്ചു കളഞ്ഞുകൊണ്ട് അവൻ അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവിടെ കടന്നു ചെല്ലുവാനായിട്ടിടയാണ്. യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ യേശു കർത്താവ് ചെയ്തതാകുന്ന വിവിധ വീര്യപ്രവൃത്തികളെയും അത്ഭുതങ്ങളെയും കുറിച്ച് വളരെ നന്നായി നമുക്ക് കാണുവാനായിട്ട് കഴിയും സുവിശേഷങ്ങളിൽ. ഇന്നലെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന സുവിശേഷകൻ പ്രസംഗിക്കുമ്പോൾ അതിൽ പലതും തൊട്ട് പറയുവാനായിട്ടിടയായി തീർന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ഇന്ന് കിടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ ഗദരദേശത്തിലുള്ള മനുഷ്യനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ദൂരത്തു നിന്ന് അവനെ കാണുമ്പോൾ ഈ ദുരാത്മാക്കൾ ബാധിച്ച മനുഷ്യൻ വേഗം വന്ന് മുട്ടുകുത്തി ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്: ദൈവത്തിൻ്റെ പുത്ര, ഞങ്ങളെ ധന്യപ്പിക്കേണ്ടതിന് നീ എന്തിന് ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനിൽ അകപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഈ മനുഷ്യനിൽ ഇരിക്കുന്ന ദുരാത്മാക്കളെ ഓടിച്ചു കളയാൻ, അതിനെ നശിപ്പിച്ചു കളയാൻ, അവനെ സ്വതന്ത്രനാക്കാൻ, അവനെ ഒരു മാനവനാക്കാൻ, അവനെ മര്യാദയുള്ളവനാക്കാൻ കഴിവുള്ള ഒരുത്തൻ വന്നതുകൊണ്ട് അവനിൽ ആവസിച്ചിരുന്ന ദുരാത്മാക്കൾ, പിശാചിൻ്റെ ശക്തികൾ അവനോട് പറയുകയാണ്: എനിക്കും നിങ്ങൾക്കും തമ്മിലെന്ത്? നീ ഞങ്ങളെ വിട്ടുപോകണം. യേശു വളരെ ശക്തിയോടെ ആ ഭൂതത്തെ ശാസിച്ചു. ഭൂതമേ, ഈ മനുഷ്യനെ സ്വതന്ത്രമാക്കി എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ സുഖമുള്ളവനായി അവിടെ കാണുവാനായിട്ടിടയായിത്തീരുക. ഇതൊരു കെട്ടുകഥയല്ല കേട്ടോ, ഇതൊരു ചരിത്രമായി മറഞ്ഞുപോയൊരു സംഗതിയല്ല. ഈ നൂറ്റാണ്ടിലും ഈ കാലഘട്ടത്തിലും ഈ നാളുകളിലും ദൈവസഭ എവിടെയുണ്ടോ, യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് എവിടെയെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ, പരിശുദ്ധാത്മാവ് വ്യക്തമായി എവിടെയെല്ലാം ഇടപെടുന്നുണ്ടോ, അവിടെയെല്ലാം ഇന്നും ദുരാത്മാക്കൾ വിട്ടുപോകുന്നുണ്ട്. ഇത് കാണണമെങ്കിൽ ദൈവസഭയിലേക്ക് വാ, ആത്മാവിലുള്ള ആരാധനയുടെ അടുക്കലേക്ക് വാ. പിശാച് ബാധിച്ചവരെ രോഗികളാണെന്നും പല തരത്തിലുള്ളതാകുന്ന ചികിത്സകൾ നൽകി കയ്യിലുള്ള കാശെല്ലാം ചെലവാക്കി തീർത്ത് കണ്ണിക്കണ്ട ഡോക്ടർമാർക്കെല്ലാം കാശ് കൊടുത്ത് എവിടെയെല്ലാം ചെന്നിട്ടും സൗഖ്യമില്ലാതെ വിഷമിച്ചിരിക്കുന്ന സുഹൃത്തെ, താങ്കൾക്ക് രക്ഷയുണ്ട്, താങ്കൾക്ക് വിടുതലുണ്ട്. യേശുവിന് താങ്കളെ അടക്കാനായിട്ട് കഴിയും, യേശുവിന് താങ്കളെ രക്ഷിക്കാനായിട്ട് കഴിയും. താങ്കളുടെ രോഗം മരണത്തിനല്ല, രക്ഷയ്ക്ക് കാരണമാണ്. അതുകൊണ്ട് വളരെ അസന്നിഗ്ധമായി വിളിച്ചു പറയാം: കടന്നു വരൂ, യേശുവിന് താങ്കളെ രക്ഷിക്കാനായിട്ട് കഴിയും. താങ്കളെ ഏത് ദുഷ്ടശക്തികൾ വലം വച്ച് പിടിച്ചാലും അവനെ അവിടെ നിന്ന് വീണ്ടെടുക്കുവാൻ, രക്ഷിക്കുവാൻ നസ്രയനാകുന്ന യേശുവിന് അധികാരമുണ്ട്. അത് ഇന്ന് രാത്രി വളരെ ശക്തിയോടെ ഞാൻ വിളിച്ചു പറയാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ആ മനുഷ്യൻ്റെ അവസാനം സംഭവം വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്: അവൻ വസ്ത്രം ധരിച്ചവനായി, അവൻ സമാധാനമുള്ളവനായി, തൻ്റെ വീട്ടുകാരോടുകൂടെ സന്തോഷത്തോടുകൂടെ ഇരിക്കുന്ന ഒരു മനുഷ്യനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്തിനേറെ പറയണം, അവിടെ അവസാനം നമ്മൾ കാണുന്നത് ആ സംഭവം വായിച്ചു തീരുമ്പോൾ ആ മനുഷ്യൻ നിർബന്ധിക്കുകയാണ്: ഞാനും യേശുവിനോടുകൂടെ പോകണം, എനിക്ക് യേശുവിനോടുകൂടെ സഞ്ചരിക്കണം എന്ന് പറഞ്ഞാൽ ഇനി ഈ ലോകം എനിക്ക് വേണ്ട, എന്നെ ഈ കീഴ്പ്പെടുത്തി എന്നെ നശിപ്പിച്ചു കൊണ്ടിരുന്ന പിശാചിൻ്റെ ഇഷ്ടങ്ങൾ, അതിൻ്റെ സ്വഭാവങ്ങൾ ഇനി എനിക്ക് വേണ്ട എന്ന് അവൻ തീരുമാനിച്ച് യേശുവിൻ്റെ പിന്നാലെ പുറപ്പെടുവാൻ തീരുമാനിച്ചതാണ് നമ്മൾ കാണാനിടയായി തീർന്നത്. ഇന്ന് രാത്രി താങ്കൾ ഒരു തീരുമാനമേ എടുക്കേണ്ടതുള്ളൂ, വേറെ ഒന്നുമല്ല. ഈ ലോകത്തിലുള്ള ജീവിതം, ഈ ലോകത്തിൻ്റെ രീതിയിലുള്ള ജീവിതം എനിക്ക് വേണ്ട, ഈ ലോകത്തിലേതാകുന്ന സിസ്റ്റം എനിക്ക് വേണ്ട, ഒഴുക്കിനൊത്ത യാത്ര എനിക്ക് വേണ്ട. അതിനപ്പുറം എന്നെ നിർമ്മിച്ച, എനിക്ക് വേണ്ടി സ്നേഹം തന്ന് എനിക്ക് വേണ്ടി ജീവനെ തന്നതാകുന്ന ആ യേശു ക്രിസ്തുവിലേക്ക് ഞാൻ എൻ്റെ ശ്രദ്ധയെ തിരിക്കുകയാണ്. അവനെ ഞാൻ കൈക്കൊള്ളുകയാണ്, അവനെ ഞാൻ ഏറ്റെടുക്കുകയാണ്, ആ യേശുവിനെ അംഗീകരിക്കുകയാണെന്ന് പറഞ്ഞാൽ താങ്കൾക്കും ആ സന്തോഷം അനുഭവിപ്പാനായിട്ട് കഴിയും. ലാലിമോഹൻകാർക്ക് വളരെ ഇഷ്ടമാണ് കഥകൾ, അതുകൊണ്ട് ഞാനൊരു കഥ കൂടെ പറയാം. ഒരിക്കൽ കോളേജിൽ പഠിക്കുന്നതാകുന്ന ഒരു സുന്ദരിയായ പെൺകുട്ടി, അവളുടെ കോളേജിൽ പാരൻസ് മീറ്റിംഗ് നടക്കുമ്പോൾ എല്ലാ കുട്ടികളും പാരൻസിനെ കൊണ്ടുവരണം എന്ന് കോളേജ് മാനേജ്മെൻറ്റ്
ആ സ്ത്രീ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾ നമ്മുടെ സഹോദരിമാരെയൊക്കെ പോലെ തലയിലൂടെ ഒരു തുണിയൊക്കെ മൂടി മുഖവും മറച്ച് അവളിങ്ങനെ ആ കോളേജിൻ്റെ വരാന്തയിലൂടെ നടക്കുകയാണ്. അവളിങ്ങനെ നടന്ന് ആ മീറ്റിംഗ് നടക്കുന്ന ഹാളിൻ്റെ വശത്തെത്തി. സുന്ദരിയായി ഈ പെൺകുട്ടിക്ക് മനസ്സിലായി ഇത് അവളുടെ അമ്മയാണ്. അവളുടെ അമ്മ ഹാളിലേക്ക് പ്രവേശിച്ച് അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പലരും ചോദിച്ചു, നിൻ്റെ അമ്മ വന്നില്ലേ, നിൻ്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ലേ എന്ന് അവളുടെ കൂട്ടുകാരെല്ലാം അവരോട് ചോദിച്ചു. ആ പെൺകുട്ടി അവരോടെല്ലാം പറഞ്ഞതാകുന്നൊരു കാര്യമുണ്ട്, ഇല്ല, എൻ്റെ പപ്പയും മമ്മിയൊക്കെ ഭയങ്കര ബിസിയാണ്, അതുകൊണ്ട് എൻ്റെ വീട്ടിലെ ജോലിക്കാരി ഇവിടെ വന്നിട്ടുണ്ട്, എൻ്റെ ഗാർഡിയൻ വന്നിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ തലയെല്ലാം മൂടി മുഖമെല്ലാം മറച്ച് കുനിഞ്ഞിരിക്കുന്ന ആ സ്ത്രീ ഹൃദയത്തിൽ വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു. അവൾ വളരെ വേദനിച്ചു. ഓ, എൻ്റെ മകളാണത്, എന്നെ ഒരു ജോലിക്കാരിയായിട്ടാണല്ലോ പരിചയപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ആ മീറ്റിംഗ് കഴിഞ്ഞ് അവർ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന അമ്മ പൊട്ടി പൊട്ടി കരയുകയാണ്. അവൾ വല്ലാതെ വിഷമിക്കുന്നത് കണ്ട അയൽവാസിയാകുന്ന ഒരു അമ്മച്ചി അവിടെ കിടന്നു. അവർ ചോദിച്ചു, എന്താണ് സംഭവം? സഹോദരി, താങ്കൾ എന്തിനാണ് കരയുന്നത്? ഇങ്ങനെ എന്തിനാ വല്ലാതെ വിഷമിച്ച് കരയുന്നത്? കോളേജിൽ നിന്ന് ആ മകൾ അപ്പോൾ വീട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ. നടന്ന സംഭവം ആ സ്ത്രീ പറഞ്ഞു. അപ്പോൾ ആ വലിയമ്മച്ചി ഈ മകളെ പിടിച്ചടുത്തിരുത്തി സ്നേഹത്തോടെ ഒരു കഥ പറഞ്ഞു കൊടുത്തു, ഒരു സംഭവം പറഞ്ഞു കൊടുത്തു. അതിതാണ്, വളരെ വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് നീ വളരെ കുഞ്ഞായിരിക്കുന്ന പ്രായമാണ്, തൊട്ടിലിൽ കിടക്കുന്ന പ്രായം. ആ പ്രായത്ത് വളരെ സൗന്ദര്യവതിയായ ഈ പെൺകുട്ടി ഇപ്പോൾ ആയിരിക്കുന്നതിനേക്കാളും സൗന്ദര്യവതിയായിരുന്നതാകുന്നു ഈ അമ്മ. പക്ഷേ ഒരു ദിവസം തൊട്ടിലിൽ ഈ കുഞ്ഞിനെ ഉറക്കി തൻ്റെ ഷെഡിനകത്ത് കിടത്തിയിട്ട് ആ അമ്മ പുറത്തേക്ക് എന്തിനോ പോയിട്ട് മടങ്ങി വരുമ്പോൾ കാണുന്നത് വളരെ ദാരുണമാകുന്നൊരു കാഴ്ചയാണ്. ടാർ ഷീറ്റ് കൊണ്ട് മേഞ്ഞതായ, ഓല കൊണ്ട് ചുറ്റിയതാകുന്ന ഈ ചെറിയ ഷെഡ് തീ കൊണ്ട് നിന്ന് കത്തുകയാണ്. ഈ തീക്കകത്ത് നിന്ന് വിലയേറിയ സാധനങ്ങൾ ആ ചുറ്റുപാടും കൂടി വന്നവർ, ഓടി വന്നവരൊക്കെ വലിച്ചു വെളിയിലെടുത്തു. ഒരു മിക്സിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചിലർ ഓടിയെടുത്തു. ഒരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു, ആൾക്കാർ ചേർന്ന് അതിനെ പൊക്കിയെടുത്ത് വെളിയിലെച്ചു. ഒരു TV ഉണ്ടായിരുന്നു, അതിനെയൊക്കെ വെളിയിലെടുത്തു. എന്നാൽ ഈ കാഴ്ച കണ്ടുകൊണ്ട് ഓടി വരുന്നതാകുന്ന അമ്മ, ഈ സ്ത്രീ ഈ തീക്കൂനയ്ക്കകത്തേക്ക് ചാടിക്കയറുവാനായിട്ട് ശ്രമിക്കുമ്പോൾ എല്ലാവരും അവളെ അവസമ്മതിപ്പിച്ചു. അരുത്, ഇനി അതിനകത്ത് വിലയുള്ളതൊന്നുമില്ല, എല്ലാം ഞങ്ങൾ പുറത്ത് വെച്ചിട്ടുണ്ട്, നിനക്കിവിടെ ഉണ്ട്. പക്ഷെ അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇല്ല ഇല്ല ഇല്ല, എനിക്ക് വളരെ വിലപ്പെട്ട ഒന്ന് അതിനകത്തുണ്ട്. അതൊന്നുമല്ല, എൻ്റെ പിഞ്ചോമന കുഞ്ഞ തൊട്ടിലിൽ ഉറങ്ങിക്കിടപ്പുണ്ട്, അവളെ എനിക്ക് രക്ഷിച്ചേ മതിയാവുകയുള്ളൂ. എല്ലാവരും പറഞ്ഞു, ഇല്ല, അവൾ മരിച്ചിട്ടുണ്ടാകും, അതിന് രക്ഷയില്ല, തീ വളരെ ശക്തമായി കത്തുകയാണ്. ഒരു കാര്യവും അവൾ ശ്രദ്ധിക്കാനായിട്ട് ചെവി കൊടുക്കാതെ ആ സ്ത്രീ എന്ത് ചെയ്തെന്നറിയാമോ? അവളുടെ സൗന്ദര്യം ഓർക്കാതെ, അവളുടെ ആരോഗ്യം ഓർക്കാതെ, അവളുടെ സാഹചര്യം ഒന്നും ഓർക്കാതെ, അവൾ ഇട്ടിരുന്നതാകുന്ന ആ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് തന്നെ അവൾ ചാടി ആ തീക്കുനയ്ക്കകത്തേക്ക് കയറുവാനായിട്ടിടയായി. ഓടിച്ചെന്ന് തൊട്ടിലിൽ കരഞ്ഞുകൊണ്ട് കിടക്കുന്ന ആ കുഞ്ഞിനെ വാരിയെടുത്ത് മാറോട് ചേർത്ത് വെച്ച് ചാടി ആ തീയുടെ പുറത്തേക്ക് വരുമ്പോൾ അവളുടെ ശരീരം ആസകലം തീ പൊതിഞ്ഞിരുന്നു. അവളുടെ വസ്ത്രത്തിൽ തീ പിടിച്ച് അവളുടെ മുഖത്തും ശരീരത്തുമെല്ലാം കാര്യമായ പൊള്ളലുകളേറ്റു. ആഴ്ചകൾ അവൾ ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. ഈ കുഞ്ഞിന് ഒരു പോറൽ പോലും ഏൽക്കാതെ, തീയുടെ മണം പോലും ഏൽക്കാതെ അത്ഭുതകരമായ ആ സ്ത്രീ അവളെ രക്ഷിക്കുവാനായിട്ടിടയായി. വർഷങ്ങൾ കടന്നുപോയി. ഈ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് വളർന്നു. ചില വർഷങ്ങൾക്ക് ശേഷമാണ് ഈ അമ്മയുടെ അടുക്കിലേക്ക് ഈ പെൺകുട്ടിയെ കൊണ്ടുവരുവാനായിട്ടിടയായിത്തീർന്നത്. അപ്പോൾ അവളെ കാണുമ്പോൾ ഇന്നിരിക്കുന്ന ഈ വിരൂപ അവസ്ഥയിലേക്ക് അവൾ വന്നത് എന്താണ് കാരണമെന്ന് ഈ പെൺകുട്ടി മനസ്സിലാകുമ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മയുടെ കാൽക്കൽ വീണ് അവൾ മാപ്പ് പറയാനായിട്ടിടയായി. ഇന്ന് രാത്രി ഞാൻ ഈ കഥ പറഞ്ഞിവിടെ അവസാനിപ്പിക്കുമ്പോൾ, സ്നേഹിത, സുഹൃത്തെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് കേട്ട് കടന്നു പോകുന്നവരായി മാത്രമാകരുത്. ദൈവത്തിൻ്റെ ഏക കുമാരനായ യേശു ക്രിസ്തു എന്ന കോമളനും നിഷ്കളങ്കനും വലിയ സുന്ദര രൂപിയുമായ, ആയിരങ്ങൾ പതിനായിരങ്ങളിൽ സുന്ദരനായ ആ യേശു ക്രിസ്തു ഉണ്ടല്ലോ, അവൻ തൻ്റെ രൂപമെല്ലാം ആളല്ല എന്ന് തോന്നത്തക്ക രീതിയിൽ ശരീരമാസകലം അടിച്ചു മുറിവേറ്റപ്പെട്ടവനായി ഒരു ഇറച്ചിക്കടയിൽ ഒരു ഇറച്ചിക്കഷണം തൂക്കപ്പെട്ട് കിടക്കുന്നത് പോലെ കൊലക്കളത്തിൽ കാൽവരി കുരിശിൻ്റെ മുകളിൽ ഭൂമിയുടെ വരപ്പിൽ അവൻ മുൾക്കിരീടധാരിയായി
കൈകാലുകളിൽ ആണിയടിക്കപ്പെട്ടവനായി, വിലാപ്പുറത്തു കുന്തം കൊണ്ട് കുത്തപ്പെട്ടവനായി, പുറമെല്ലാം ഉഴവുചാല് പോലെ അടിച്ചീറപ്പെട്ടവനായി, രക്തം വാർന്നൊലിച്ച് ഒരു വട്ടം നോക്കിയാൽ പിന്നെ ആര് മുഖത്തേക്ക് നോക്കുവാൻ ആമേൻ അർഹതയില്ലാത്തവനായി കിടക്കുന്നവനെ കണ്ടാൽ താങ്കൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ആ കോമളരൂപി സുന്ദരരൂപൻ 10,000-ങ്ങളിൽ ശ്രേഷ്ഠൻ എന്നെയും താങ്കളെയും രക്ഷിക്കേണ്ടതിന് വേണ്ടിയാ അവൻ്റെ സൗന്ദര്യമെല്ലാം അവിടെ നഷ്ടപ്പെടുത്തിയത്. ഇന്ന് രാത്രി താങ്കൾ തിരിച്ചറിയാതെ പോകരുത്. വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി, ആർക്കും അടക്കാത്തവരെ അടക്കേണ്ടതിന് വേണ്ടി, ആർക്കും രക്ഷിക്കാൻ കഴിയാത്തവരെ രക്ഷിക്കേണ്ടതിന് വേണ്ടി സ്വർഗ ഉന്നതികളെ പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ഈ താണലോകത്തിലേക്ക് മനുഷ്യനായി ഇറങ്ങി വന്ന് എന്നെയും നിങ്ങളെയും പോലെ ഈ ലോകത്തിൽ ജീവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു, അവനിലൂടെ മാത്രമേ വീണ്ടെടുപ്പുള്ളൂ. അവനിൽ മാത്രമേ മനുഷ്യനെ ഒതുക്കാനായിട്ട് അടക്കാനായിട്ട് കഴിയുകയുള്ളൂ. മനുഷ്യൻ അവിടെ മാത്രമേ സമാധാനമുള്ളൂ എന്ന് ഇന്ന് രാത്രി താങ്കൾ അറിയാതെ പോകരുത്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കിയത് മൂന്നാമത്തെ കാര്യം, ആർക്കും അടക്കാൻ കഴിയാത്തവരെ യേശു അടക്കുന്നവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ഇത്രയും ചിന്തിച്ചതാകുന്ന പാപങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പ്, മോചനം, അതുപോലെ അധർമ്മങ്ങളിൽ നിന്നുള്ള മോചനം, ആർക്കും അടക്കാൻ കഴിയാത്ത അവസ്ഥകളെ അടക്കുന്നത്, പ്രകൃതിയെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങളെല്ലാം നമുക്ക് വളരെ സന്തോഷം പകരുന്നതാണ്. എന്നാൽ അടുത്ത് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം വളരെ ഭയത്തോടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആവശ്യപ്പെടുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മെ ന്യായം വിധിക്കുന്നവനാണ് ദൈവം, ഈ യേശു ക്രിസ്തു എന്ന് നമ്മൾ മറന്നു പോകരുത്. ഒന്ന് വായിക്കാമോ എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 9-ാം അധ്യായം 27-ാമത്തെ വാക്യം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ദൈവം മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു. മതി. ഇവിടെ നമ്മൾ വായിച്ചത് ഈ ലോകത്തെ മുഴുവനും ഒരു വിരൽ തുമ്പിൽ ചൂണ്ടി നിർത്തിക്കൊണ്ട് മഹാദൈവം വിളിച്ചു പറയുന്നൊരു വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്, സകല മനുഷ്യരും ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യനെ നിർമ്മിച്ചിരിക്കുന്നു. നിങ്ങൾ ചോദിക്കും, ദൈവം സ്നേഹവാനാണെന്നും ദൈവം കാരുണ്യവാനാണെന്നും ദൈവം ക്ഷമാലുവാണെന്നും ദൈവം വലിയ സ്നേഹവാനും സ്നേഹവായ്പുള്ളവനാണെന്നും ഒക്കെയല്ലേ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്? എന്നാൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, യേശു ക്രിസ്തുവിന് മറ്റൊരു കാര്യം കൂടെ ഈ ഭൂമി ചെയ്തേ മതിയാവുകയുള്ളൂ. അതിൻ്റെ പേരാണ് നിത്യന്യായവിധി. യേശു ക്രിസ്തുവിനെ രക്ഷകനായി കർത്താവായി അംഗീകരിച്ചിട്ടുള്ള ഒരു വലിയ കൂട്ടം ഈ ഭൂമിയിലുള്ളപ്പോൾ, അതുപോലൊരു വലിയ കൂട്ടം ഈ യേശു ക്രിസ്തുവിൻ്റെ സത്യത്തെയും യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന നിത്യതയെയും യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന പാപമോചനത്തെയും പുറങ്കാലുകൊണ്ട് തട്ടിക്കളഞ്ഞ് പലവട്ടം കേട്ടിട്ടും ഇന്നതിനെ ഇത് ആവശ്യമില്ലാത്തതാണെന്നും ഇത് മതപ്രഭാഷണമാണെന്നും ഇത് പ്രത്യാശാസ്ത്രമാണെന്നും ഇതുകൊണ്ട് ഉപയോഗമില്ലെന്നും പറഞ്ഞു പോകുന്ന സ്നേഹിത, താങ്കൾ അറിയേണ്ട ഒരു കാര്യം, വളരെ സ്നേഹത്തോടെ താങ്കളെ അറിയിക്കട്ടെ, ന്യായം വിധിക്കുന്നൊരു യേശു ഉണ്ട്. അന്ത്യനാളുകളിൽ യേശു ക്രിസ്തു ന്യായവിധി വളരെ ഭംഗിയായി നടത്തും. ന്യായവിധിയെക്കുറിച്ച് പറയുമ്പോൾ 2 തരത്തിലുള്ള ന്യായവിധി നടക്കും. ഒന്ന്, വേദപുസ്തകം വളരെ നന്നായി ശക്തമായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ന്യായവിധി എന്ന വിഷയം. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തെ അറിഞ്ഞവർക്കുള്ളതാകുന്നൊരു വിധിയുണ്ട്. എന്നാൽ ദൈവത്തെ അറിയാത്തവർക്ക് വേണ്ടിയുള്ളതാകുന്നൊരു വിധിയുണ്ട്. ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കിക്കാം. നമ്മളെ വീട്ടിൽ കുഞ്ഞുങ്ങൾ വളരുന്നുണ്ട്, നമുക്കറിയാം. നമ്മുടെ കുഞ്ഞ് ഒരു തെറ്റ് ചെയ്താൽ ആദ്യം നമ്മൾ പറയും, ആദ്യം ഒന്ന് ശ്രദ്ധിപ്പിക്കും, അവരെ ഒന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയൊക്കെ ചെയ്യും. രണ്ടാമതായിട്ട് പിന്നെ അത് ആവർത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്കൊരു ശിക്ഷ കൊടുക്കും. എങ്ങനെ? ഒരു നല്ല മടലെടുത്ത് കുനിച്ച് നിർത്തി അങ്ങ് അടിക്കുമോ? ഇല്ല. എന്തോ ചെയ്യും? ഒരു വടിയെടുത്ത് നന്നായിട്ട് വേദനിക്കുന്ന തരത്തിൽ അവരെ ശിക്ഷിക്കും. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, ശിക്ഷിക്കും. എന്തിനാണ് ശിക്ഷ കൊടുത്തതെന്ന് ചോദിച്ചാൽ, ഇനി അവൻ എന്ത് ചെയ്യരുത്? ആ തെറ്റ് ആവർത്തിക്കരുത്. ഇനി അത് ആവർത്തിക്കാതെ ഇതൊരു പാഠമായിരിക്കണം ഇനി ജീവിതത്തിൽ അത് ആവർത്തിക്കാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ, മുമ്പോട്ടുള്ള അവരുടെ ജീവിതത്തിന് വേണ്ടി, ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന് വേണ്ടി, അവരുടെ വെൽഫെയറിന് വേണ്ടി അവരെ ഒന്ന് ശിക്ഷിച്ചു വളർത്തുന്ന രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി
ഇവർ ചെയ്തതാകുന്ന അതേ മോഷണം, ഈ കുഞ്ഞ് ചെയ്തതാകുന്ന അതേ മോഷണം, ഇച്ചിരി വലിയൊരു മോഷണം, ഒരു ബാങ്ക് കുത്തി തുറന്ന് വേണമെങ്കിൽ 2 പേരെ തല്ലിക്കൊന്ന് ഒരു കള്ളൻ അത് ചെയ്തെന്ന് വയ്ക്കുക. അവരുടെ അപ്പനും അമ്മയുമല്ല അവനെ ശിക്ഷിക്കാനായിട്ട് പോകുന്നത്. ഇന്ത്യൻ പീനൽ കോഡാണ്, ഇന്ത്യൻ ശിക്ഷാ നിയമമാണ്. ആ നിയമത്തിന് മുമ്പിൽ ചെല്ലുമ്പോൾ അവൻ ഇനി രക്ഷപ്പെടണമെന്നും ഇനി അവൻ നല്ല കുട്ടിയായിട്ട് ഇവിടെ നടക്കണമെന്നൊന്നും ആ നിയമത്തിന് നോക്കേണ്ട ആവശ്യമില്ല. അവൻ ചെയ്ത തെറ്റിന് കൃത്യമായ ശിക്ഷ അവന് വിധിക്കപ്പെടും. അത് ചിലപ്പോൾ തൂക്കുകയറ് വരെ ചെല്ലാൻ സാധ്യതയുണ്ട്. ഇതാണ് ദൈവമക്കളോട് ചെയ്യുന്ന ശിക്ഷാരീതിയും ലോകത്തോട് കാണിക്കുന്ന ന്യായവിധിയുടെയും വ്യത്യാസം. ഈ 2 വിധികളും ഈ ലോകത്ത് നടക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും ഈ യേശുക്രിസ്തുവിനെ ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന, അവനെ പിൻപറ്റുന്നതാകുന്ന നമ്മൾ പറയും, അയ്യോ എനിക്ക് സ്വല്പ ബുദ്ധിമുട്ടുകളുണ്ട്, രോഗങ്ങളോ ചെറിയ പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ദൈവം നിങ്ങളെ ന്യായം വിധിച്ചതല്ല, നിങ്ങളെ ശിക്ഷിച്ചു വളർത്തുന്നതാണ്. നമ്മൾ കുറച്ചുകൂടെ നന്നാകേണ്ടതിന്, കുറച്ചുകൂടെ പദ്യോപദേശത്തിൽ വളരേണ്ടതിന്, കുറച്ചുകൂടെ നന്നായിരിക്കേണ്ടതിന് യേശുക്രിസ്തു നമ്മളെ ശിക്ഷിച്ചു വളർത്തുകയാണ്. എന്നാൽ ഈ തരത്തിലുള്ളൊരു ശിക്ഷയല്ല ഈ ലോകത്തിലുള്ളവർക്ക് യേശുക്രിസ്തു കൊടുക്കാനായിട്ട് പോകുന്നത്. അവർക്ക് കൊടുക്കാനായിട്ട് പോകുന്നത് നിത്യമരണം എന്നുള്ളതാകുന്ന, നിത്യശിക്ഷാവിധി എന്നുള്ളതാകുന്ന നരകമാണ്. നാം അറിയണം, യേശുക്രിസ്തു ആ നരകത്തിലേക്ക് മനുഷ്യനെ ശിക്ഷിച്ചയക്കും, അല്ലെങ്കിൽ ന്യായം വിധിച്ചയക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സ്നേഹവാനായ ദൈവം മനുഷ്യന് വേണ്ടി അല്ല നരകം സൃഷ്ടിച്ചത്, മനുഷ്യന് വേണ്ടി അല്ല നരകം സൃഷ്ടിച്ചത്. പിന്നെ ആർക്ക് വേണ്ടിയാണ്? സാത്താനും അവൻ്റെ സൈന്യത്തിനും വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ അനുസരിക്കാതെ ദൈവത്തിൽ നിന്ന് അഹങ്കാരം കാണിച്ച്, ദൈവത്തോട് അഹങ്കാരം കാണിച്ച് നഷ്ടപ്പെട്ടു പോയതാകുന്ന സാത്താനും അവൻ്റെ സൈന്യത്തിനും വേണ്ടിയാണ് ദൈവം നിത്യനരകം സൃഷ്ടിച്ചത്. എന്നാൽ അവൻ്റെ പിന്നാലെ പോകുന്ന, യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്ത, വിശ്വാസം ഏറ്റുപറയാത്ത, സത്യസന്ധമായി ജീവിക്കാത്ത, പാപത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന, ദ്രോഹികളായി ജീവിക്കുന്ന, ഈ ഉലകത്തിലെ എല്ലാ കൊള്ളരുതായ്മകൾക്കും കൂട്ടുനിൽക്കുന്ന സുഹൃത്തെ, താങ്കളും ആ കൂട്ടത്തിൽ പെട്ടുപോകുമെന്നുള്ള സത്യം ഇന്ന് രാത്രി താങ്കൾ അറിയാതെ പോകരുത്. അതാ പറഞ്ഞത്, നിത്യമായ ന്യായവിധി ഉണ്ട്. മത്തായി സുവിശേഷം 12-ാം അധ്യായം 41-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 12-ാം അധ്യായം 41-ാം വാക്യം. നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനായുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇതാ ഇവിടെ യോനായിലും വലിയവൻ. കേൾക്കണമേ, ഇവിടെ പറയുന്നത് യോനായുടെ പ്രസംഗം കേട്ട് അല്ലെങ്കിൽ നാശത്തിലേക്ക് പോകേണ്ടിയിരുന്നവർ അന്ന് രക്ഷപ്പെടുവാനായിട്ടിടയായിത്തീർന്നു. എന്നാൽ ഇന്ന് രാത്രി ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നു, യോനായിലും വലിയവൻ യേശുക്രിസ്തുവിടെ നേരിട്ട് നിങ്ങളോട് പറയുകയാണ്, പാപത്തിൽ ഇനി ജീവിക്കരുത്, യേശുക്രിസ്തു എന്ന രക്ഷയെ വേഗം കരസ്ഥമാക്കിക്കോ, അല്ല എങ്കിൽ നരകം, ശിക്ഷാവിധി ഉറപ്പാണ്. ദൈവം ഭൂമിയിൽ ന്യായവിധി നടത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നടത്തിയിട്ടുണ്ട്. വേഗം ഞാൻ 1-2 ചരിത്രം പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ സോദോം എന്ന് പറയുന്ന ഒരു പട്ടണത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇന്ന് ആ പട്ടണം ഈ ഭൂമിയിലില്ല. അതിന് പകരം ആ ഗന്ധകം കൊണ്ട് നിറഞ്ഞ, സൾഫർ കൊണ്ട് നിറഞ്ഞതാകുന്ന ഒരു സമുദ്രമായി, ഒരു കടലായി അത് അവശേഷിക്കുകയാണ്. അതെങ്ങനെയാണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. ദൈവം ഈ ലോകത്തിൽ മനുഷ്യരുടേതാകുന്ന അതിക്രമങ്ങളെയും പാപങ്ങളെയും കണ്ടിട്ട് ഒരു പട്ടണത്തെ നശിപ്പിച്ച് കളയുവാൻ തീരുമാനിച്ചു. അവിടെ ഉണ്ടായിരുന്ന പാപികളുടെ പ്രധാന പാപം എന്തായിരുന്നു ചോദിച്ചാൽ, ആണിനെയും പെണ്ണിനെയും കല്യാണം കഴിക്കുന്ന അധർമ്മങ്ങളുടെ പാപം. അത്രയധികം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് ആ ഭാഗം. അത്രയധികം ദോഷങ്ങൾ ചെയ്യുന്ന, അത്രയധികം മ്ലേച്ഛമായ ജീവിതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ദൈവത്തിനും മനുഷ്യനും അറപ്പായിട്ടുള്ള ജീവിതം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പട്ടണത്തെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചപ്പോൾ അവിടെ ദൈവഭക്തനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ലോത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ ലോത്തിനെയും തൻ്റെ കുടുംബത്തെയും രക്ഷിക്കുവാൻ ദൈവം ഒരു പദ്ധതി അയച്ചു. സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരെ അയച്ച് അവരുടെ കൈക്ക് പിടിച്ച് അവരെ ആ പട്ടണത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുചെന്നു. അതിനുശേഷം അവരെ അല്ലെങ്കിൽ ആ പട്ടണത്തെ ദൈവം ശിക്ഷിക്കാനായിട്ടിടയായി, അല്ല എങ്കിൽ ന്യായം വിധിക്കുവാനായിട്ടിടയായി. സകല മനുഷ്യരും നശിച്ചു പോകുന്ന തരത്തിൽ ദൈവം സ്വർഗത്തിൽ നിന്ന്, ആകാശത്തിൽ നിന്ന് ഗന്ധകം പെയ്ത് ആ ദേശം മുഴുവനും നശിച്ചു പോകുവാനായിട്ടിടയായി തീർന്നില്ല.
നമുക്കറിയാം 2004 ഡിസംബർ മാസം ഇന്തോനേഷ്യ എന്ന് പറയുന്നതാകുന്ന പട്ടണത്തെ ആ രാജ്യത്തിൻ്റെ പകുതിയോളം തുടച്ചു മാറ്റുവാനിടയായി തീർന്ന സുനാമി എന്ന് പറയുന്ന ഒരു വലിയ വിപത്തുണ്ടാകാനിടയായി. നിങ്ങൾക്കറിയാമോ 2003 ഡിസംബർ മാസം 2004 ഡിസംബർ മാസം ആദ്യത്തെ ആഴ്ചയിൽ ഇന്തോനേഷ്യ എന്ന് പറയുന്ന പട്ടണത്തിൽ വിശ്വസിച്ചിരുന്നതാകുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതാകുന്ന ചില ആൾക്കാരുടെ തല അറുത്തെടുത്ത്, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തല അറുത്തെടുത്ത് ആ ദേശത്തിലുള്ള ചില ചെറുപ്പക്കാർ ബൈക്കിൽ ഇങ്ങനെ തലയിങ്ങനെ തൂക്കിപ്പിടിച്ച് കൊണ്ടുപോകുന്നതാകുന്ന ഭീകര ദൃശ്യം അന്നത്തെ മാധ്യമങ്ങളിൽ ചിലതിലെങ്കിലും പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവരെ അങ്ങനെ തൂക്കിപ്പിടിച്ച് പറഞ്ഞു, ഈ രാജ്യത്തിലുള്ള വിശ്വാസം മാത്രം മതി, വേറൊരു വിശ്വാസം ഈ രാജ്യത്തിൽ കൊണ്ടുവന്നാൽ അവരുടെ അവസ്ഥ ഇതായിരിക്കും. അടുത്ത 2024 ഡിസംബർ മാസം 25-ാം തീയതി നിങ്ങളുടെ ദേവൻ്റെ ബർത്ത്ഡേ ആണ്. അന്ന് ഞങ്ങളുടെ രാജ്യം വിട്ട് ക്രിസ്ത്യാനികളെല്ലാം നാട് കടത്തപ്പെടുമെന്ന് പ്രഖ്യാപിച്ചിരുന്നതാകുന്ന ഒരു രാത്രി, തലേരാത്രി, സ്വർഗത്തിലെ ദൈവം ഭൂമിയുടെ അടിത്തട്ടിൽ, സമുദ്രത്തിൻ്റെ അടിത്തട്ടിലുള്ളതാകുന്ന 2 പ്ലേറ്റുകളെ തമ്മിലൊന്ന് കൂട്ടി ഉരസിപ്പിച്ചു. ആ ഭൂമിയിൽ അന്ന് വരെ മനുഷ്യർ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളതാകുന്ന ഒരു ജലപ്രളയം, സമുദ്രം കയറി വരുന്നതാകുന്ന ഒരു സംഹിത ഉണ്ടാകാനിടയിൽ അതിന് പേരവരിട്ടു സുനാമി. നിങ്ങൾക്കറിയാമോ, ഈ മനുഷ്യർ ആ തലയറുത്ത് എടുത്ത് അവർ നൃത്തം ചെയ്ത് ആഘോഷിച്ചതാകുന്ന ആ പട്ടണം കടലിൻ്റെ അടിയിലേക്ക് 40-ലധികം മീറ്റർ ആഴത്തിലേക്ക് താണു പോകുവാനായിട്ടിടയായി. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തെ ദോഷിക്കുന്നവരെ, ദൈവവിരോധികളായി പോകുന്നവരെ ഓർത്തോ, നിങ്ങൾക്കൊരു ന്യായവിധിയുണ്ട്. ഈ ന്യായവിധിയിൽ നിന്ന് തെറ്റി ഒഴിയാൻ ഇന്ന് രാത്രിയിലെ സുവിശേഷ പ്രഘോഷണം താങ്കളെ സ്വാഗതം ചെയ്യുകയാണ്. താങ്കൾ അറിയണം, യേശു ക്രിസ്തു രക്ഷിക്കാനായി വന്നത് താങ്കൾ വിട്ടുകളഞ്ഞു നടന്നാൽ ന്യായവിധിയിൽ നിന്ന് തെറ്റി ഒഴിയാനായിട്ട് കഴിയുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 36-ാം വാക്യം കൂടെ വായിച്ച് ഞാൻ എൻ്റെ ഈ പ്രഘോഷണം ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് വായിക്കുക, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 36-ാമത്തെ വാക്യം. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവർക്കോ ജീവനെ കാണുകയില്ല, മതി, അഥവാ നിത്യനാശത്തിലേക്ക്, നരകത്തിലേക്ക് പോകും. താങ്കളെ വിഴുങ്ങിക്കളയാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ലോകത്തെ മുഴുവനും നശിപ്പിച്ച് കളയാൻ ശക്തിയോടെ പിശാച് അവൻ്റെ സർവ്വശക്തിയും എടുത്ത് മനുഷ്യരെ ഒരു വശത്ത് വീഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അധർമ്മങ്ങളിലേക്ക് മനുഷ്യരെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, സുധർമ്മങ്ങൾ ചെയ്യുവാൻ, നിത്യതയിലേക്ക് നടക്കാൻ, യേശു ക്രിസ്തുവിനെ അനുസരിക്കാൻ, യേശു ക്രിസ്തുവിനെ അനുഗമിക്കാൻ ഇന്ന് രാത്രി ഞാൻ ഹാർദവമായി താങ്കളെ ക്ഷണിക്കുകയാണ്. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന, ഇത്രയും സമയം വളരെ ക്ഷമയോടെ ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന സുഹൃത്തെ, താങ്കൾ അറിയാതെ പോകരുത്, ഇതാകുന്നു രക്ഷാദിവസം, ഇതാകുന്നു സുപ്രസാദകാലം. ഇന്ന് താങ്കൾ ഈ രക്ഷയെ ഏറ്റുപറയുന്നെങ്കിൽ, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് താങ്കൾ യേശുവിനെ ഏറ്റുപറയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, യേശു താങ്കളുടെ ഉള്ളിലേക്ക് വരും. യേശു താങ്കളെ രക്ഷിക്കാനിടയായിത്തീരും. താങ്കളെ മാത്രമല്ല, എന്നെയും താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും രക്ഷിക്കുവാൻ യേശു ശക്തനാണ് എന്ന് ഇന്ന് രാത്രി ഞാൻ ഉറക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ്.